നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. കേരളത്തിലെ LDF സർക്കാരും UDF പ്രതിപക്ഷവും 10ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയൻ ഇത് 10ാം വർഷമാണെങ്കിൽ ആദ്യ ടേമിൽ പ്രതിപക്ഷത്തെ നയിച്ച രമേശ് ചെന്നിത്തലയ്ക്ക് പകരം 2ാം ടേമിലെത്തിയ VD സതീശൻ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ 5ാം വർഷത്തിലേക്കാണ് കടക്കുന്നത്. വിലയിരുത്തലിൻ്റെ സമയമാണിത്. സർക്കാരിനെ മാത്രം വിലയിരുത്തിയാൽ പോരാ. ഇന്നലെ പൊതുവേദി ചർച്ച ചെയ്തത് സർക്കാരിന് എത്ര മാർക്ക് എന്നുള്ളതായിരുന്നു. പ്രതിപക്ഷത്തെയും വിലയിരുത്താൻ കഴിയണം. ജനാധിപത്യത്തിൽ ഭരണപക്ഷത്തിനൊപ്പം തന്നെ പ്രതിപക്ഷത്തിനും അതിനിർണായകമായ സ്ഥാനമുണ്ട്. സർക്കാരിൻ്റെ തിരുത്തൽ ശക്തിയായി നിൽക്കേണ്ട ഉത്തരവാദിത്തം പ്രതിപക്ഷത്തിനാണ്. എല്ലാറ്റിനെയും എപ്പോഴും വിമർശിക്കുക എന്നതല്ല, ജനവിരുദ്ധ നിലപാടുകൾ ചൂണ്ടിക്കാട്ടി തിരുത്തിക്കുക എന്നതാണ് പ്രതിപക്ഷത്തിൻ്റെ മുഖ്യ ദൗത്യം. യോജിക്കേണ്ട ഘട്ടങ്ങളിൽ യോജിക്കാനും വിയോജിക്കേണ്ട ഘട്ടങ്ങളിൽ അതിശക്തമായി തന്നെ വിയോജിക്കാനും കഴിയണം. ഈ നിലയിൽ കേരളത്തിൻ്റെ പ്രതിപക്ഷത്തിൻ്റെ പ്രവർത്തനം ജനങ്ങൾക്ക് വിലയിരുത്താം. കേരളത്തിലെ പ്രതിപക്ഷത്തിന് എത്ര മാർക്ക്? ഇതാണ് ഇന്ന് പൊതുവേദി ഉയർത്തുന്ന ചോദ്യം. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. കാസർഗോഡ് നിന്നും സന്തോഷാണ് ആദ്യ പ്രേക്ഷകനായി എത്തുന്നത്. ശ്രീ സന്തോഷ്, നമ്മൾ ഇന്നലെ ഭരണപക്ഷത്തിന് എത്ര മാർക്ക് എന്നുള്ളതായിരുന്നു ചോദ്യം. ജനാധിപത്യത്തിൽ ഭരണപക്ഷം പോലെ തന്നെ പ്രധാനമാണ് പ്രതിപക്ഷവും. കേരളത്തിലെ പ്രതിപക്ഷം ഒരു സർഗാത്മക പ്രതിപക്ഷമാണോ, അതോ കേരളത്തിലെ പ്രതിപക്ഷം ഈ ഭരണപക്ഷം ആരോപിക്കുന്നത് പോലെ ഒരു വികസനം മുടക്കികൾ ആണോ? എങ്ങനെയാണ് താങ്കൾ കേരളത്തിലെ പ്രതിപക്ഷത്തെ വിലയിരുത്തുന്നത്? എത്ര മാർക്ക് കൊടുക്കും അവർക്ക്? പ്രതിപക്ഷത്തിന് മാർക്കൊന്നും കൊടുക്കാൻ ഞാനില്ല. കാരണം മാർക്ക് കൊടുക്കാൻ ആദ്യം വേണ്ടത് അവരെ ഒത്തൊരുമയാണ്. പ്രതിപക്ഷത്തിന് യാതൊരു ഒത്തൊരുമയില്ല. പ്രതിപക്ഷത്തിന് ഈ ഒത്തൊരുമ ഇല്ലാത്തതുകൊണ്ടാണ് ഭരണപക്ഷം വീണ്ടും അധികാരത്തിൽ കയറുമെന്ന് പറയുന്നത്. കാരണം ഇവരെ ഉള്ളിൽ തന്നെ അടി തീർക്കാൻ ഇവർക്കാവുന്നില്ല. പിന്നെ എങ്ങനെയാണ് ഭരണപക്ഷത്തെ ഒരു തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ അവർക്ക് കഴിയുന്നത്? ഒന്നും കഴിയുന്നില്ല. അപ്പം പ്രതിപക്ഷം ഇങ്ങനെ ആയതുകൊണ്ടാണ് അടുത്ത മൂന്നാമതൊരു ടേം പിണറായി വിജയൻ അധികാരത്തിലേക്ക് വരും എന്ന് ഈ അഭ്യൂഹങ്ങൾ പരത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ കോൺഗ്രസിലേക്ക് വോട്ട് ചെയ്യുന്നവർ പോലും ഇനിയിപ്പോ നമ്മളെന്തിനാ വോട്ട് വെറുതെ പാഴാക്കുന്ന വെച്ചാൽ മാർക്സിന് വോട്ട് കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കും. അത്രത്തോളം മോശമാണ് ശ്രീ സന്തോഷ് കേരളത്തിലെ പ്രതിപക്ഷം. അവരും ചില പ്രധാനപ്പെട്ട വിഷയങ്ങളൊക്കെ നിരന്തരം ഉന്നയിക്കുകയും ഒക്കെ ചെയ്യുന്നില്ലേ? തീർത്തും പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഉന്നയിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പഴയ പോലെയല്ല. ഇപ്പൊ മാധ്യമങ്ങളിലൂടെ ലൈവായിട്ട് ഓരോ കാര്യങ്ങൾ വരികയാണ്. പ്രതിപക്ഷത്തിന്റെ ഉള്ളിലിരിക്കുന്ന ഓരോ പ്രശ്നങ്ങളും ജനങ്ങളിലേക്ക് എത്തിച്ചേരുന്ന തത്സമയം തന്നെ എത്തുകയാണ്. ശരി, താങ്കൾ എന്നാലും എത്ര മാർക്ക് കൊടുക്കും പ്രതിപക്ഷത്തിന്? ഞാൻ കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നവനാണ്. പക്ഷെ ഞാൻ കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നില്ല, പ്രതിപക്ഷത്തിന് മാർക്ക് കൊടുക്കുന്നില്ല. ശരി, ഓക്കെ. എന്തായാലും ശ്രീ നീലാംബരനാണ്. ശ്രീ നീലാംബരൻ, താങ്കൾ എങ്ങനെയാണ് കേരളത്തിലെ പ്രതിപക്ഷത്തെ വിലയിരുത്തുന്നത്? എത്ര മാർക്ക് 10ൽ അവർക്ക് കൊടുക്കാൻ താങ്കൾ തയ്യാറാണ്? ശ്രീ പീതാംബരനാണ്, ക്ഷമിക്കണം. ശ്രീ പീതാംബരൻ ശരി, ശ്രീ പീതാംബരൻ പള്ളൂരുത്തിയിൽ നിന്ന് താങ്കൾ പ്രതിപക്ഷത്തെ കുറിച്ച് പറയാം. പ്രതിപക്ഷം എന്ന് പറയുന്നത് എല്ലാത്തിനും നല്ലതിനും ചീത്തനെ എതിർക്കുന്ന എന്ത് കണ്ടാലും എതിർക്കുന്ന ഒരു രീതിയായി തീർന്നു. ഒന്നുപോലും നല്ലതിനെ പോലും ജനങ്ങൾ മനസ്സിലാക്കിയാലും അവർ മനസ്സിലാക്കുന്നില്ല. അത്രയും വിവരംകെട്ട വർത്തമാനങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇത് യാതൊരു കാരണവശാലും ഇനി കോൺഗ്രസിന് ഇന്ത്യയിലെന്നല്ല ഒരു സംസ്ഥാനത്തും നിലനിൽപ്പുണ്ടാവില്ല. ഉണ്ടെങ്കിൽ തന്നെ BJPക്കോ ഇടതുപക്ഷ പാർട്ടികൾക്കോ ഉണ്ടാവുള്ളൂ, ഉറപ്പാണ്. ശരി, താങ്കൾ എത്ര മാർക്ക് കൊടുക്കും പ്രതിപക്ഷത്തിന്? 0 മാർക്ക് കൊടുക്കും. 0. ശരി, ഓക്കെ. എന്തായാലും താങ്കളുടെ അങ്ങനെ. ശ്രീ മോഹൻദാസ് ആണ് ആലത്തൂരിൽ നിന്ന്. ശ്രീ മോഹൻദാസ്, താങ്കൾ എങ്ങനെയാണ് കേരളത്തിലെ പ്രതിപക്ഷത്തെ വിലയിരുത്തുന്നത്? ഒരു ക്രിയാത്മക പ്രതിപക്ഷമാണോ, അതോ എല്ലാറ്റിനെയും മുടക്കുക അല്ലെങ്കിൽ വികസനത്തെയൊക്കെ എതിർക്കുക എന്നൊരു തരത്തിൽ നിൽക്കുന്ന ഒരു പ്രതിപക്ഷമാണോ? എത്ര മാർക്ക് അവർക്ക് കൊടുക്കാനാണ് താങ്കൾ ഉദ്ദേശിക്കുന്നത്? മാർക്ക് കൊടുക്കുന്നതിന് മുമ്പ് ഞാൻ 1-2 കാര്യം പറയും. 2 മിനിറ്റ് എനിക്ക് തരണം. എന്നെ അതിൻ്റെ ഇടയ്ക്ക് ഡിസ്റ്റോൺ ചെയ്യരുത് കേട്ടോ, പ്ലീസ്. എളുപ്പം പറഞ്ഞോളൂ. എളുപ്പം പറയാം, എനിക്കറിയാം വേറെ ആൾക്കാരെ നിൽക്കില്ല. പിന്നെ വേറെ ആദ്യം ഒരു കാര്യം പറയുന്നത്, ആ ബാക്ക്ഗ്രൗണ്ടിന് യോജിച്ച ഷർട്ട് ഗംഭീരായിട്ട് കേട്ടോ. ഇത് അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. ഇന്ന് കിരൺ തിളങ്ങുന്നുണ്ട് അങ്ങനെ. ആവട്ടെ. അപ്പൊ ഈ ജനാധിപത്യത്തില് മൃഗീയ ഭൂരിപക്ഷം കിട്ടുന്നത് വലിയൊരു കഷ്ടം തന്നെയാണ് കേട്ടോ. ഇപ്പൊ ഇവിടെ നമ്മുടെ കാര്യം 99 ഒരു 41 വരുള്ളൂ. ഇത് ഒറ്റക്കെട്ട് എന്ന് പറയുന്നത് പുറത്തു പോയി കഴിഞ്ഞാൽ ഒറ്റക്കെട്ട് കൊടുക്കുന്ന പരിപാടിയാണ് ഇവരുടെ. പിന്നെ ഉറങ്ങിപ്പോക്കും മാത്രമേ അസംബ്ലി നടക്കുന്നുള്ളൂ. ഞാൻ ഒരു കാര്യം റിലേറ്റ് ചെയ്യാം. ഈ നമ്മുടെ പാലാഴി മഥനത്തില് നമ്മൾ പാലാഴി എന്ന് പറയുന്ന കേരളത്തിനെ സംസ്ഥാനത്തിന് ഉപയോഗിക്കാം. തേവന്മാരും അസുരന്മാരും തുല്യ ശക്തികൾ പോലെ തന്നെയാണ്. അതിന് ഒരുപാട് ഔട്ട്പുട്ട് കിട്ടി. അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് പോലെ തന്നെയാണ് ഇവിടെ മറ്റേ ഈ ശക്തമായ ഒരു പ്രതിപക്ഷം വേണ്ടത് തന്നെയാണ്.
ഇത് വി ഡി സതീശൻ മോശമൊന്നുമല്ല കേട്ടോ, നല്ലൊരു മറ്റേ ഒരു പ്രതിപക്ഷ നേതാവ് തന്നെയാണ്. പക്ഷെ അത് അങ്ങനെ എത്തുന്നില്ല. ആ വൻമതിൽ തട്ടിയിട്ടൊക്കെ തെറിച്ചു പോവാണ്. അതേസമയം തന്നെ അവർ പ്രതിപക്ഷത്തിരുന്ന സമയത്ത് ഈ ഇടതുപക്ഷം ഗംഭീര പ്രകടനം നടത്തിയവര് ആളുകളിലൊക്കെ എത്തി. ഇവരുടെ ഇതൊന്നും ആളുകളിൽ എത്തുന്നേ ഇല്ല. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ബിനോയ് ആണ് കൊല്ലത്തുനിന്നും. ശ്രീ ബിനോയ്, താങ്കൾ എങ്ങനെയാണ് കേരളത്തിലെ പ്രതിപക്ഷത്തെ വിലയിരുത്തുന്നത്? നമസ്കാരം കിരണേ. നമസ്കാരം. ഇന്ത്യയിലെ ഏറ്റവും നല്ല പ്രതിപക്ഷം ഏതാണെന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ, കേരളത്തിലെ UDF ആണ് ഇന്ത്യയിലെ ഏറ്റവും നല്ല പ്രതിപക്ഷം. ഇന്ത്യയിലെ ഏറ്റവും കൊള്ളാത്ത ഭരണം എവിടെയാണ്, മകൾക്ക് വേണ്ടിയും മരുമകന് വേണ്ടിയും ഭരിക്കുന്ന ഗവൺമെന്റ് ഏതാണെന്ന് ചോദിച്ചാൽ പിണറായി ഗവൺമെന്റ് ആണ്. ഇന്നലെ നിങ്ങളുടെ ഒരു ചർച്ച ഉണ്ടായിരുന്നു. ആ ചർച്ച ഞാൻ പറയുന്നു, നിങ്ങൾ ചോദിച്ചു എത്ര മാർക്ക് കൊടുക്കുന്നു. 0ക്ക് താഴെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഗവൺമെന്റിന് കൊടുക്കാൻ പറ്റുന്ന മാർക്ക് 0ക്ക് താഴെയാ. മകൾക്ക് വേണ്ടി മാത്രം ഭരിക്കുന്ന അച്ഛൻ. നമ്മുടെ ചോദ്യം ഇന്ന് പ്രതിപക്ഷത്തിന് എത്ര മാർക്ക് എന്നുള്ളതാണ്. അല്ലല്ല, പ്രതിപക്ഷത്തിന്റെ മാർക്ക് ഞാൻ പ്രതിപക്ഷം ഏറ്റെടുത്ത എല്ലാ വിഷയങ്ങളും പ്രതിപക്ഷം അത് സമരം വിജയിപ്പിച്ചിട്ടുണ്ട്. 2, കേരളത്തിലെ പ്രതിപക്ഷം ഇന്ന് കോൺഗ്രസ് ആണ്, UDF ആണ്. അതായത് ക്രിയാത്മകമായി നമുക്കറിയാം LDF പ്രതിപക്ഷമായിട്ടിരിക്കുമ്പോൾ വേറൊരു വ്യത്യാസമുണ്ട് കിരണെ. കാണുന്നതിനെല്ലാം സമരം ചെയ്യും, റോഡിൽ കാണുന്നതെല്ലാം അടിച്ചുപൊട്ടിക്കും, സർക്കാർ സ്ഥാപനങ്ങളെല്ലാം അടിച്ചുപൊട്ടിക്കും. പക്ഷെ കോൺഗ്രസിനും UDFന്റെ ഒരു നിലപാട് കിരൺ വ്യക്തമായി മനസ്സിലാക്കണം. ഞങ്ങൾ എപ്പോഴും ഗാന്ധിസത്തിലൂടെ സമരം ചെയ്യുന്നതാണ്. അതായത് ജനാധിപത്യ രീതിയിൽ ഒരുപാട് സമരങ്ങൾ ചെയ്ത് ഇപ്പോഴാ ഈ ആശാ വർക്കേഴ്സിന്റെ സമരം ഞങ്ങളുടെ പിന്തുണയോടുകൂടിയാണ് അവർ 110 ദിവസമായി. അതുപോലെ തന്നെ ഞങ്ങള് PSCക്കെതിരെ ശക്തമായി ഞങ്ങൾ അത് കേരളത്തിലെ വിലക്കയറ്റത്തിനെതിരെ ഇതുപോലെ പക്ഷേ ഈ പ്രതിപക്ഷം കേരളത്തിലേക്ക് വരുന്ന വികസനമൊക്കെ മുടക്കുന്നവരാണ്. കേരളയിൽ പോലുള്ള പദ്ധതിയൊക്കെ വന്നപ്പോൾ മുടക്കുന്നവരാണെന്ന് ആക്ഷേപമില്ലേ? അല്ല, ഞാൻ പറഞ്ഞുതരാം. ഇന്നലത്തെ ഒരു തുടർച്ച മറുപടി ഞാൻ പറഞ്ഞുതരാം. ഒരു CPM സുഹൃത്ത് പറയുകയാണ്, ആദ്യത്തെ പിണറായി ഗവൺമെന്റ് കൊള്ളായിരുന്നു, നല്ല ഗവൺമെന്റ് ആണെന്ന് പറഞ്ഞു. ഓക്കെ, രണ്ടാമത്തെ ഗവൺമെന്റിനോട് CPM ഞാൻ ആ നിർത്തിയിടത്ത് തന്നെ ഞാൻ പറയാം. ആദ്യത്തെ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ UDFന്റെ ഗവൺമെന്റിന്റെ തുടർച്ച. ഞങ്ങൾ ചെയ്തു വെച്ച പദ്ധതിയെല്ലാം അത് അവർ പൂർത്തീകരിച്ചു എന്ന മാത്രമുള്ള തുടർച്ച. നമുക്ക് അടുത്ത പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. സൂപ്പിയാണ് വെള്ളമുണ്ടയിൽ നിന്നും. ശ്രീ സൂപ്പി, താങ്കൾ എങ്ങനെയാണ് കേരളത്തിലെ പ്രതിപക്ഷത്തെ, നമ്മൾ ഇന്നലെ ഭരണപക്ഷത്തെ വിലയിരുത്തി, ഇപ്പോൾ പ്രതിപക്ഷത്തെ കൂടി നമുക്ക് വിലയിരുത്തണമല്ലോ. പ്രതിപക്ഷത്തിന് ഒരു ക്രിയാത്മക പ്രതിപക്ഷമാണോ, അതോ അവർ മോശം പ്രവർത്തനമാണോ, അതോ അവർ ജനങ്ങളുടെ പക്ഷത്ത് നിന്നൊക്കെ അഭിപ്രായങ്ങളൊക്കെ പറയാൻ അവർ കഴിയുന്നുണ്ടോ? എങ്ങനെയാണ് താങ്കൾ അതിനെ കാണുന്നത്? നമസ്കാരം. നമസ്കാരമുണ്ട്. എന്റെ അഭിപ്രായത്തിൽ പ്രതിപക്ഷ കക്ഷികൾക്ക് പ്രതിപക്ഷത്തിന് വേഗം ഒരു വ്യക്തി സമരം നടത്തണം. എന്നാൽ മാത്രമേ പ്രതിപക്ഷം അതിന് മുൻപന്തി ഉണ്ടാവുള്ളൂ. നമുക്കറിയാം, മറിയക്കുട്ടിയമ്മ സമരം നടത്തി, ഭിക്ഷയാചിച്ചു. എന്തിനു വേണ്ടി? പെൻഷൻ കിട്ടുന്നില്ല പറഞ്ഞിട്ട്. ആ മറിയക്കുട്ടിയമ്മ ഇന്ന് BJP ചേർന്നിരിക്കുക. ഇതാണ് പ്രതിപക്ഷത്തിന്റെ നേട്ടം. പിന്നെ എത്ര സമരങ്ങൾ ഇവിടെ അവർ നടത്തി, അവർ എന്തെങ്കിലും വിജയിച്ചിട്ടുണ്ടോ? അവര് സ്വർണ്ണക്കടത്ത്, അതിന്റെ പേരിൽ എത്ര കോലാഹലം സൃഷ്ടിച്ചിട്ടുണ്ട്. ഇവിടെ പല പരിപാടികൾ നടത്തി പ്രതിപക്ഷ കക്ഷിക്ക് ഒന്നും വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരു സമരം നടത്തണമെങ്കിൽ അവർക്ക് സ്വന്തമായ അഭിപ്രായം ഇല്ല. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. നമുക്ക് ചില കമൻറ്റുകൾ കൂടി വായിക്കേണ്ടതുണ്ട്. ശ്രീ ജയകുമാർ പറയുന്നു, നമസ്കാരം, A+ കൊടുക്കാം എന്നാണ് ജയകുമാർ പറയുന്നത്. ഞാനൊരു മാർക്കും കൊടുക്കുന്നില്ല, 0 മാർക്ക് കാരണം പ്രതിപക്ഷം ഇന്ന് ഒന്നുമില്ല, കേരളത്തിൽ പറയുന്നതെല്ലാം വിഡ്ഢിത്തരമാണെന്നാണ് ഷാജി കണിയാമ്പറമ്പിൽ പറയുന്നത്. പ്രതിപക്ഷത്തിന് 0 മാർക്ക് കൊടുക്കാമെന്ന് യൂസർ പറയുന്നു. ഷിജു കിരിയത്ത് പറയുന്നു, നമസ്കാരം കിരൺ, സുഖമാണോ എന്ന് ചോദിക്കുന്നു. എന്തായാലും അതോടൊപ്പം തന്നെ മറ്റ് ചില കമൻറ്റുകൾ. ഹൗ അബൌട്ട് സെൻറ്റർ മിസ്റ്റർ ബിനോയ് എന്ന് ചോദിക്കുന്നു. അത് മറ്റേ ഒരു പ്രേക്ഷകനോടുള്ള ചോദ്യമാണ്. ഇപ്പോൾ രാജഭരണമാണെങ്കിൽ ഞാനാണ് ഇവിടെ ഭരിക്കേണ്ടത്, ഒരു പാർട്ടി ഇല്ല എന്ന് ഉനേഷ് പറയുന്നത്. എന്താണ് ഉനേഷ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായില്ല. കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും ശക്തമായ പ്രതിപക്ഷമില്ലാത്തത് സർക്കാരിനെ തുടരാൻ സഹായിക്കുന്നുവെന്ന് ബ്ലൈറ്റ്ലി ഡേയ്സ് പറയുന്നു. എന്തായാലും നമുക്ക് മറ്റൊരു പ്രേക്ഷകനിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ശ്രീ അനിയൻകുട്ടനാണ് പത്തനംതിട്ടയിൽ നിന്ന്. ശ്രീ അനിയൻകുട്ടൻ, ഈ താങ്കൾ എങ്ങനെയാണ് കേരളത്തിലെ ഈ ഭരണപക്ഷത്തെ പോലെ നമ്മൾ പ്രതിപക്ഷത്തെ വിലയിരുത്തണമല്ലോ, അവരുടെ പ്രവർത്തനം കൊള്ളാമോ അതോ ഇനി അവർ മോശമാണോ? താങ്കൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? സാറേ നമസ്കാരം. നമസ്കാരമുണ്ട്. ഇന്നലെ അത് കണ്ടു. ഇന്നലെ ഭരണപക്ഷത്തെയാണ് വിലയിരുത്തുക, അതുപോലെ തന്നെ പ്രധാനമല്ലേ പ്രതിപക്ഷത്തെയും വിലയിരുത്തേണ്ടത്? അതെ, ഭരണപക്ഷത്തിലെ ഇന്നലെ വിലയിരുത്തി, അതിന് ഞാനും പങ്കെടുത്തു. ശരി. ഇന്ന് പ്രതിപക്ഷം കൊണ്ടുവന്നു. ഞാൻ നോക്കിയിട്ട് പ്രതിപക്ഷത്തിന്റെ പ്രവർത്തനം മോശമൊന്നുമല്ല. എന്ന് പറഞ്ഞാൽ വാക്കുകളാണ് നമുക്ക് പ്രധാനപ്പെട്ടത്.
വാക്കുകൾ ഉപയോഗിക്കുന്നതാണ് നമ്മുടെ മതേതര രാഷ്ട്രത്തെ, പ്രത്യേകിച്ച് കേരളത്തിലെ വാക്കുകൾ. അതെന്താ ഇപ്പോൾ ഈ ഭരണപക്ഷത്തിരിക്കുന്നവരുടെ വാക്കുകൾ എന്ന് പറഞ്ഞാൽ അവഗണിക്കുന്ന വാക്കുകളാണ്. ആ പ്രതിപക്ഷ നേതാവിനെ തന്നെ വിളിക്കുന്നത് ആ വിജയൻ, ആ സതീശനെ അറിയോ, ആ പ്രതിപക്ഷ നേതാവ്, നേതാവ്. അത് പ്രതിപക്ഷ നേതാവ് വിളിക്കുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട മന്ത്രി എന്ന് പറയുമ്പോൾ ഇവരൊക്കെ സതീശനെ എത്രയോ വേദികളിൽ ഈ പ്രതിപക്ഷ നേതാവ് അവഗണിക്കുന്ന വാക്കുകൾ പ്രയോഗിച്ചിട്ടുണ്ടെന്നറിയാം. ഇവർ ഈ ചൈനീസ് എന്ന് പറഞ്ഞാണ് ഇവരെ ഈ സാധനമെന്ന് പറയുന്നത്. ഈ കേരളത്തിൽ അത് നടക്കുന്നത്. സമരം നടന്നു കഴിഞ്ഞാൽ പിന്നെ ജീവൻ രക്ഷാപ്രവർത്തകരെ കൊണ്ടുവന്ന് അടിച്ചു വെക്കുക, ഈ പോലീസുകാരെ അധികാരം കൈകൊണ്ട് പോലീസുകാരെ കൊണ്ട് അടിച്ചു വെക്കുക, ഇങ്ങനെയുള്ള പ്രവർത്തനം. പിന്നെ പ്രതിപക്ഷത്തിന്റെ പ്രവർത്തനം വാക്കുകളിലാണ്. അവരുടെ വാക്കുകളാണ് പ്രധാനപ്പെട്ടത്. ആ വാക്കുകൾ പ്രയോഗിക്കുക. അതുകൊണ്ട് നമ്മുടെ സമൂഹത്ത് ഇറങ്ങി കോലാഹലം ഉണ്ടാക്കി നമ്മുടെ പൊതുവെ നശിപ്പിച്ച് വാഹനങ്ങൾ നടിപ്പിച്ച് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി ഇങ്ങനെയുള്ള സമരമൊന്നും കണ്ടിട്ടില്ല. അതുകൊണ്ട് ചിലർക്ക് ഈ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇങ്ങനെ കണ്ടെങ്കിലേ അവർക്ക് ഈ സമരം എന്നാണ് ബോധ്യപ്പെടുത്തുള്ളൂ. താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. നമുക്ക് ശ്രീ ബാലകൃഷ്ണനാണ് വടകരയിൽ നിന്ന്. ശ്രീ ബാലകൃഷ്ണൻ, താങ്കൾ എങ്ങനെയാണ് കേരളത്തിലെ ഭരണപക്ഷത്തെ വിലയിരുത്തുന്നത് പോലെ തന്നെ പ്രധാനമാണല്ലോ പ്രതിപക്ഷം കൂടെ ചേരുന്നതാണല്ലോ എപ്പോഴും ഒരു ജനാധിപത്യത്തിലെ ഭരണ സംവിധാനം എന്ന് പറയുന്നത്. അപ്പോൾ ഈ കേരളത്തിലെ പ്രതിപക്ഷത്തിന് താങ്കൾ എത്ര മാർക്ക് കൊടുക്കും? കിരൺ സാർ നമസ്കാരം. നമസ്കാരമുണ്ട്, പറഞ്ഞു. ഒരുപാട് ദിവസമായി സാറുമായി സംസാരിച്ചിട്ടുണ്ട്. ശരി, ഓക്കെ, പറഞ്ഞോളൂ ശ്രീ ബാലകൃഷ്ണൻ. കേരളത്തിന്റെ പ്രതിപക്ഷത്തിന് 0 മാർക്ക് പോലും കൊടുക്കാൻ പറ്റത്തില്ല സാർ. അതെന്താണ്, എന്ത് പറ്റി? 106 ദിവസമായിരുന്നു സമരമുള്ളത്. ഈ പ്രതിപക്ഷത്തിന് ഈ സമരത്തിന് അനുകൂലമായിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യാനായോ സാർ? വനിതകൾ, പാവപ്പെട്ട 232 രൂപ കിട്ടുന്ന വനിതകള് 107 സാർ 100-ൽ കൂടുതൽ ദിവസമായി തിരുവനന്തപുരത്ത് സമരത്തിരിക്കുകയാണ്. കേരളത്തിലെ പ്രതിപക്ഷ സതീശൻ സാറെന്ന് വിളിക്കണം. എവിടെയാ അദ്ദേഹം സാറ്? അങ്ങനെ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തെ സാർ എന്ന് വിളിക്കണമെന്നൊന്നും എവിടെയും ആരും പറഞ്ഞിട്ടില്ല. അതെങ്ങനെയാണ് താങ്കൾ അങ്ങനെ ഒരു ഇല്ലാത്തൊരു ആരോപണം, ഇതുവരെ ആരും കേട്ടിട്ടില്ലാത്തൊരു ആരോപണം പെട്ടെന്ന് ശ്രീ ബാലകൃഷ്ണൻ കൊണ്ടുവരുന്നത്? അദ്ദേഹത്തെ പുച്ഛിച്ച് തള്ളും. പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ ഭരണപക്ഷത്തിന് നേരെ കൊണ്ടുപോകാനുള്ള പ്രതിപക്ഷം ജനാധിപത്യത്തിലെ തിളക്കം പ്രതിപക്ഷമാണ്. ആ പ്രതിപക്ഷത്തിന്റെ റോള് കേരളത്തിലുണ്ടോ? ഈ 10 വർഷമായിട്ടുണ്ടോ സർ? എന്റെ അനുഭവത്തിലില്ല. ഇവിടെ മറിയക്കുട്ടി അമ്മ പെൻഷൻ കിട്ടിയ റോഡിൽ തെണ്ടി നടന്നു. പ്രതിപക്ഷം പ്രതികരിച്ചോ? പ്രതിപക്ഷമല്ലേ അവർക്ക് വീടൊക്കെ വെച്ചു കൊടുത്തത്? 0 മാർക്ക് പ്രതിപക്ഷത്തിന്. ശരി, ഓക്കെ, പ്രതിപക്ഷമാണ് മറിയക്കുട്ടിക്ക് വീടൊക്കെ വെച്ചു കൊടുത്തത്. മറിയക്കുട്ടി പക്ഷേ ഇപ്പൊ കോൺഗ്രസ് വിട്ട് BJP-യിലോട്ട് പോയി. വീട് വെച്ചു കൊടുത്തില്ല, BJP-യിൽ അംഗത്തെടുത്തിരിക്കുക മറിയക്കുട്ടി. അതിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? അവര് കോൺഗ്രസ്സുകാർ വീടൊക്കെ APCC ഒരു വീടൊക്കെ വെച്ചു കൊടുത്താണ്. അവഗണന കൊണ്ടാണ്. മറിയക്കുട്ടിക്ക് എന്താണ് അവഗണന? മറിയക്കുട്ടിയുടെ ഒരു വിഷയം വന്നപ്പോൾ പ്രതിപക്ഷം അതിശക്തമായി ഇടപെടുകയും ഒക്കെ ചെയ്തതല്ലേ? മറിയക്കുട്ടിക്ക് ഒരു തരത്തിൽ പറഞ്ഞാൽ അർഹിക്കുന്നതിലൊക്കെ ഒരുപാട് പ്രാധാന്യമൊക്കെ നൽകി അവരുടെ വിഷയത്തിൽ ഇടപെടുകയും വലിയ പ്രാധാന്യമൊക്കെ നൽകിയതാണ്. ന്യൂനപക്ഷ പ്രതിപക്ഷം. ശരി, ഓക്കെ ശ്രീ ബാലകൃഷ്ണൻ. പ്രതിപക്ഷ നേതൃസ്ഥാനം അലങ്കരിക്കുന്ന പാർട്ടിയോ അല്ലെങ്കിൽ മുന്നണിയോ അല്ല നൽകിയത്. ന്യൂനപക്ഷ പ്രതിപക്ഷത്തിന്റെ പിന്തുണ ഉണ്ടായിരുന്നു. ന്യൂനപക്ഷ പ്രതിപക്ഷം അതെന്താണ്? ന്യൂനപക്ഷം അതായത് അധികാരത്തിലില്ലാത്ത, അതായത് നിയമസഭയിൽ ഇല്ലാത്ത പ്രതിപക്ഷത്തിന്റെ പിന്തുണ ഉണ്ടായിരുന്നു. അധികാരത്തെ മറിയക്കുട്ടിയെ സഹായിച്ചത് BJP ഒന്നുമല്ല. മറിയക്കുട്ടിയെ അന്ന് സഹായിച്ചത് കോൺഗ്രസ്സുകാരാണ്, KPCC ആണ്, UDF ആണ്. അതിനെ സംശയമൊന്നുമില്ല. ഇപ്പൊ മറിയക്കുട്ടി പാർട്ടി മാറിയെന്ന് കരുതി അന്ന് സഹായിച്ചവരെ നമുക്ക് തെറ്റായി പറയാൻ കഴിയും. അവർക്ക് സപ്പോർട്ട് കൊടുത്തത് ഭാരതീയ ജനതാ പാർട്ടിയാണ്. അതിന്റെ നഗ്നമായ ചിത്രമാണ് അദ്ദേഹം BJP-യിൽ അംഗത്തെടുത്ത്. ഭാരതീയ ജനതാ പാർട്ടിയാണോ മറിയക്കുട്ടിക്ക് വീട് വെച്ചു കൊടുത്തത്? അല്ലല്ലോ. വീട് വെച്ച് കൊടുത്തത് പ്രഹസനല്ലേ സാർ? വീട് വെച്ചു കൊടുക്കുന്ന എങ്ങനെയാണ് പ്രഹസനമാകുന്നത് ശ്രീ ബാലകൃഷ്ണൻ? ഒരാളിന് വീടില്ലാത്ത ഒരാളിന് വീട് വെച്ചു കൊടുക്കുക എന്ന് പറയുന്നതിനേക്കാൾ വലിയൊരു കാര്യം വേറെ ഉണ്ടോ? അതുകൊണ്ടല്ല സാർ, അത് പ്രഹസനമാണ്, കാണിക്കാൻ വേണ്ടി മാത്രം. സത്യസന്ധമായവരെ മനസ്സറിഞ്ഞ് തൊട്ട് സഹായിച്ചത് ആരാണെന്ന് അവർക്കറിയാം. അതാണ് അവർ ഭാരതീയ ജനതാ പാർട്ടി. ശരി, അതൊക്കെ ഓരോരുത്തരുടെ നിലപാടാണ്. പാർട്ടി മാറുന്നതും പാർട്ടിയിലേക്ക് വരുന്നതും ഒക്കെ ഓരോരുത്തരുടെ നിലപാടാണ്. അത് അവർക്ക് അത് ശരിയാണെന്ന് തോന്നി കാണും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യം കാണും. എന്തായാലും അതൊക്കെ അവരുടെ കാര്യം, നമ്മൾ അതിൽ ഇടപെടേണ്ടതില്ല. കാര്യം നമുക്ക് അടുത്ത പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ശ്രീ ജയകുമാറാണ് തിരുവനന്തപുരത്ത്. ശ്രീ ജയകുമാർ, താങ്കൾ എങ്ങനെയാണ് കേരളത്തിലെ പ്രതിപക്ഷത്തെ വിലയിരുത്തുന്നത്? കൊള്ളാവുന്ന പ്രതിപക്ഷമാണോ അതോ മോശമാണോ? നമസ്കാരം. നമസ്കാരമുണ്ട്. എന്റെ പ്രതിപക്ഷമാണ്, പിന്നെ ഞാൻ കൊള്ളില്ല എന്ന് പറയാൻ പറ്റുമോ? എന്റെ പ്രതിപക്ഷമല്ലേ. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു A+ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ശരി, ഓക്കെ. മറിയക്കുട്ടി സാറേ, ഈ കഷ്ടപ്പെട്ട് അവരുടെ എടുത്തപ്പോ കോൺഗ്രസ് അല്ലേ കൊണ്ട് അത് പോട്ടെ, മറിയക്കുട്ടിയുടെ വിഷയമൊക്കെ പോട്ടെ, നമുക്ക് ഓരോരുത്തരുടെ വ്യക്തിപരമായ തീരുമാനം. BJP-യിലേക്ക് പോയപ്പോഴാണ് അയാൾ 0 മാർക്ക് കൊടുത്തത്. ഈ വീട് വെച്ചു കൊടുത്തതിനാണ് പ്രതിപക്ഷത്തിന് 0 മാർക്ക് കൊടുത്തത്. പിന്നെ ഒന്ന് പറയാനുള്ള സാറേ, ഇതിനകത്ത് എന്ത് ചെയ്യാൻ സാധിക്കും?
ഇത്രയും ഭൂരിപക്ഷത്തോടെ ഇരിക്കുമ്പോൾ പ്രതിപക്ഷം പറഞ്ഞ എന്താണ് നടക്കുന്നത്? എന്നിട്ടും പറ്റാവുന്ന അത്രയും ചെയ്തു. ദിവസവും യുവന്മാരെ ഈ സംരക്ഷണ സേനയുടെ ഗുണ്ടകളെ എന്നും പോലീസുകാരുടെ എന്നും തല്ലുകൊള്ളാനേ ഈ പ്രതിപക്ഷത്തിന് സമയമുള്ളൂ. ഇനി ഇതിൽ കൂടുതൽ എന്ത് ചെയ്യാൻ സാധിക്കും? ഇത്രയും ഭൂരിപക്ഷത്തോടെ അവിടെ നിൽക്കുമ്പോൾ എന്താണ് ചെയ്യാൻ പറ്റുന്നത്? ചെയ്യാൻ പറ്റുന്നതിന്റെ അങ്ങേ അറ്റം ചെയ്യുന്നുണ്ട് ഈ സർക്കാർ. ഈ പ്രതിപക്ഷം ചെയ്യുമ്പോൾ ഒരു പ്രതിപക്ഷവും ഇതുവരെ ചെയ്തിട്ടുമില്ല. ശരി, ഓക്കെ. ശ്രീ ജയകുമാറിന്റെ വാക്കുകൾ. ശ്രീ ഷാജിയാണ് കൊല്ലത്ത്. ശ്രീ ഷാജി, കേരളത്തിലെ പ്രതിപക്ഷത്തെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? നമസ്കാരം. നമസ്കാരം. അല്ല, കേരളത്തിലെ പ്രതിപക്ഷം ഈ അപവാദ പ്രചരണത്തിനാണ് മാർക്ക് കൊടുക്കുന്നതെങ്കിൽ ഏറ്റവും കൂടുതൽ മാർക്ക് ഞാൻ 100 മാർക്കും പ്രതിപക്ഷത്തിന് കൊടുക്കും. അപവാദ പ്രചരണം ആണ് പ്രതിപക്ഷത്തിന്റെ മാനദണ്ഡമെങ്കിൽ, അല്ലാതെ ഇവിടെ വസ്തുനിഷ്ഠമായിട്ട് ഫലപ്രദമായിട്ട് ഒരു ക്രിയാത്മക പ്രതിപക്ഷം എന്നുള്ള അർത്ഥത്തിൽ എന്ത് പ്രവർത്തനമാണ് അവർ നടത്തിയിട്ടുള്ളത്? കേന്ദ്രം പല കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന പല പ്രശ്നങ്ങളിലും മുഖം തിരിച്ചു നിന്നിട്ട് എന്ത് 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 പ്രസ്താവനകളാണ് ഇവർ നടത്തിയിട്ടുള്ളത്? ചൂരൽമല മുതൽ നമ്മുടെ വിഴിഞ്ഞം മുതൽ അങ്ങനെ പല പല പ്രശ്നങ്ങൾ ഓരോന്നോരോന്ന് എണ്ണി പറയാനുണ്ടാവുമല്ലോ. അതുപോലെ വിഷയത്തിലൊക്കെ കേരളത്തിലെ പ്രതിപക്ഷവും ഭരണപക്ഷവും അതൊക്കെ ഗതികെട്ട് മാധ്യമങ്ങളുടെയൊക്കെ അങ്ങനെ പറഞ്ഞാൽ ഗതികെട്ടെന്ന് പറഞ്ഞാൽ അവരൊരു തീരുമാനമെടുത്താൽ അത് ഗതികെട്ടാന്നോ തീരുമാനമെടുത്തത് ശരിയായിട്ടാണ് ഗത്യന്തരം ഇല്ലാതെ പറഞ്ഞു പോയതാണ്. അതൊക്കെ ഷാജി അങ്ങനെ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഭരണപക്ഷം എടുത്ത തീരുമാനവും ഗത്യന്തരം ഇല്ലാതെ ഭരണപക്ഷത്തിന് എടുക്കേണ്ടി വന്നാണെന്ന് പറഞ്ഞിട്ട് അതിൽ കാര്യമില്ല. എന്ത് തീരുമാനം എടുത്തു എന്നത് പ്രധാനമാണ്. ചൂരൽമലയുടെ വിഷയത്തിൽ കേരളത്തിലെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒക്കെ ഒരേ നിലപാട് തന്നെയാണ്. ദുരന്ത നിവാരണത്തിന് കൊടുത്ത പൈസ അത് എന്തിനാണ്? എന്ത് ദുരന്ത നിവാരണത്തിനാണ് കേരളം ഒട്ടുക്കെ ഒരു വർഷത്തേക്ക് കൊടുക്കുന്ന പൈസയാണ് എന്നൊക്കെ എല്ലാവർക്കും അറിയാം. എന്നിട്ട് അതെടുത്ത് അതാണ് അത് കിട്ടിയിട്ടും പിന്നെ മുഖ്യമന്ത്രിയും മരുമോനും മോളും കൂടെ ടൂർ പോവുകയല്ലേ എന്നുള്ള പ്രചരണമല്ലേ ഇവിടെ പിന്നെ പ്രതിപക്ഷം പ്രത്യക്ഷത്തിൽ നടത്തിയത് ഒരു പരിധി വരെ. അല്ലാതെ ആത്മാർത്ഥമായിട്ട് നടത്തിയിട്ടുണ്ടോ? അങ്ങനെ കഴിഞ്ഞ ദിവസം കേന്ദ്രത്തിൽ ശ്രീ ഷാജി, കേന്ദ്രത്തിലൊക്കെ കേരളത്തിലെ എംപിമാരൊക്കെ യോജിച്ചു നിന്ന് വാദിച്ചതല്ലേ കേരളത്തിന് വേണ്ടി? അതൊക്കെ കോൺഗ്രസ്സുകാരല്ലേ അപ്പോൾ, അല്ലെ UDF-കാരല്ലേ? അപ്പൊ അത് നമുക്ക് നിഷേധിക്കാൻ കഴിയുമോ? ചെയ്ത കാര്യങ്ങൾ നമുക്ക് നിഷേധിക്കാൻ കഴിയില്ലല്ലോ. വേറെ പറയാനുള്ള കാര്യങ്ങളുണ്ടല്ലോ. എവിടെ വാദിച്ചെന്നാ പറയുന്നത്? പാർലമെന്റിൽ പിന്നെ ആരാണ് സംസാരിച്ചത്? ഇപ്പൊ വ്യക്തമായിട്ട് വയനാട് MP പോലും വ്യക്തമായിട്ട് അവസാനമൊക്കെ ആണല്ലോ എന്തെങ്കിലും. അങ്ങനെയൊന്നും അല്ല ശ്രീ ഷാജി. അങ്ങനെ നിങ്ങൾക്ക് എതിർത്ത് പറയാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. അതിന് പകരമായി വയനാടിന്റെ വിഷയത്തിലൊക്കെ വയനാട് MP ഒക്കെ വളരെ സ്ട്രോങ് ആയി തന്നെയാണ് സംസാരിച്ചത്. അതിൽ സംശയമൊന്നും. ആയിക്കോട്ടെ, അത് നിങ്ങളുടെ വിലയിരുത്തൽ. എന്റെ വിലയിരുത്തൽ എന്നല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് പറയാൻ, എന്റെ അറിവിൽ തന്നെ നിങ്ങൾക്ക് പറയാൻ, പ്രതിപക്ഷത്തിനെതിരെ പറയാൻ എത്രയോ കാരണങ്ങളുണ്ട്. അതൊക്കെ പറയാമല്ലോ. ഇതെല്ലാം എണ്ണി പറയാൻ പറ്റത്തില്ല, പറഞ്ഞാൽ തീരത്തില്ല. ഇതിപ്പോ 1 മണിക്കൂർ വേണ്ടി വരും അവരുടെ. അല്ല, അപ്പൊ തന്നെ ആദ്യം തന്നെ എടുക്കേണ്ടത് അത്തരം വിഷയങ്ങളല്ലേ എടുക്കേണ്ടത്? താങ്കൾ അതിന് പകരം പ്രതിപക്ഷത്തിന്റെ കൂടി പ്ലസ് ഉള്ള പോയിന്റ് ആണോ എടുക്കേണ്ടത്? താങ്കളുടെ ഒരു പാർട്ടിക്ക് വേണ്ടി അഭിപ്രായം പറയുമ്പോൾ താങ്കൾ അത്തരം ഒരു തന്നെ കാര്യമല്ലേ ആദ്യം എടുക്കേണ്ടത്? അതെ, പറഞ്ഞതാണ്. അത് ഇപ്പൊ മറ്റൊരു സുഹൃത്ത് പറഞ്ഞല്ലോ, പിന്നെ പ്രതിപക്ഷ പിന്നെ എന്ത് ചെയ്യാനാണെന്ന്. ഇതിനു മുമ്പും ഭരണപക്ഷത്തിന് 100 സീറ്റും 40 സീറ്റും പിന്നെ പ്രതിപക്ഷത്തിനുണ്ടായിരുന്ന സമയം UDF ഭരിച്ചപ്പോഴും ഉണ്ടായിരുന്നു. അന്നും ഇവിടെ പ്രതിപക്ഷം ഉണ്ടായിരുന്നു. അപ്പൊ ആ സുഹൃത്തിനെയാണെന്ന് ഓർമ്മിപ്പിക്കുകയാണ് ആ കാലഘട്ടങ്ങളിൽ. അതുപോലെ തന്നെ ഫലപ്രദമായിട്ട് ഒരു കാര്യവും ഈ പ്രതിപക്ഷം ചെയ്തിട്ടില്ല. അപവാദ പ്രചരണങ്ങൾക്കാണെങ്കിൽ 100% മാർക്ക്. ശരി, ഓക്കെ. താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ കരീമാണ് ആലുവയിൽ നിന്നും. ശ്രീ കരീം, താങ്കൾ എങ്ങനെയാണ് കേരളത്തിലെ പ്രതിപക്ഷത്തെ വിലയിരുത്തുന്നത്? ഒരു കൊള്ളാവുന്ന പ്രതിപക്ഷമാണോ, അതോ മോശം പ്രതിപക്ഷമാണോ, അതോ അങ്ങനെ ഒന്നും പറയാൻ ഇല്ലാത്തൊരു പ്രതിപക്ഷമാണോ? എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ശ്രീ കരീം, കേൾക്കാമോ? കരീമിന്റെ ടെലിഫോൺ മധ്യത്തിൽ തടസ്സപ്പെടുന്നു. ശ്രീ ബാബു ആണ് കൊല്ലത്ത്. ശ്രീ ബാബു, താങ്കൾ എങ്ങനെയാണ്? ഭരണപക്ഷത്തോടൊപ്പം തന്നെ പ്രതിപക്ഷത്തിനും വലിയ ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തം നിറവേറ്റുന്നതിൽ പ്രതിപക്ഷത്തിന് കഴിയുന്നുണ്ടോ? പ്രതിപക്ഷത്തിന് ഇന്നേ വരെ അടിത്തറ ഉണ്ടായിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ ഇടതുപക്ഷ ഭരണത്തിൽ ഇത്രയ്ക്ക് ആത്മാർത്ഥതയായിട്ട് പിണറായി വിജയൻ നയിക്കുന്ന ഒരു കേരളത്തിനെ എതിർക്കാൻ ഇതുവരെയും ശക്തിയില്ലാത്ത ഒരു പ്രതിപക്ഷമായി പോയി എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരി, ഒരു അതായത് അടിത്തറ നന്നാവണം. അടിത്തറ നന്നായാൽ മാത്രമേ ആ ബിൽഡിംഗ് സ്ട്രോങ് ആകത്തുള്ളൂ. ശരി, ശ്രീ രാജേഷാണ് കൊല്ലത്തുനിന്നും. ശ്രീ രാജേഷ്, താങ്കൾ എങ്ങനെയാണ് കേരളത്തിലെ പ്രതിപക്ഷത്തെ കാണുന്നത്? കേരളത്തിലെ പ്രതിപക്ഷം ഒരു ക്രിയാത്മക പ്രതിപക്ഷമാണോ, അതോ എല്ലാറ്റിനെയും എതിർക്കുന്ന, അല്ലെങ്കിൽ വികസനം മുടക്കികളെന്നൊക്കെ ഭരണപക്ഷം ആരോപിക്കുന്ന തരത്തിലുള്ള ഒരു പ്രതിപക്ഷമാണോ? ശ്രീ രാജേഷിന്റെ ടെലിഫോൺ വന്ന് തടസ്സമുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും നമുക്കൊരു ചെറിയ ഇടവേളയിലേക്ക് പോകേണ്ടതുണ്ട്. ഇടവേളയ്ക്ക് ശേഷം വളരെ വേഗത്തിൽ മടങ്ങിയെത്താം.
രണ്ടാം LDF സർക്കാർ 5ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ ഭരണപക്ഷത്തിനൊപ്പം തന്നെ പ്രതിപക്ഷത്തെ എങ്ങനെ വിലയിരുത്തുന്നു എന്നുള്ളതാണ് നമ്മുടെ വിഷയം. ആലപ്പുഴയിൽ നിന്നും ശ്രീമതി സോനയാണ്. സോന, എങ്ങനെയാണ് താങ്കൾ കേരളത്തിലെ പ്രതിപക്ഷത്തെ വിലയിരുത്തുന്നത്? ഞങ്ങൾക്ക് പ്രതിപക്ഷത്തിനെയൊക്കെ ഇഷ്ടമാണ് സാറേ. പക്ഷെ ചെറുപ്പക്കാർ കയറി വരട്ടെന്ന് നമ്മൾ വിചാരിക്കുന്നത്. ഒരുപാട് താഴേക്ക് പോയിട്ടുണ്ട് ഇവര്. ഒരുപാട് താഴേക്ക് പോയിട്ടുണ്ട്. കുറച്ചുകൂടി ഇവർക്ക് ഐക്യം വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇവര് പ്രതിപക്ഷത്തിന് ഐക്യമില്ല എന്നുള്ളതാണോ താങ്കളുടെ വിമർശനം? ആണ്, ഐക്യക്കുറവുണ്ട്. പരസ്പരം പരിചാരലുണ്ട് ഇവർക്ക്. അതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. ഒരുപാട് താഴോട്ട് പോണ്ട്. ചെറുപ്പക്കാർ കയറി വന്നാൽ ഒരു പക്ഷേ ഇവര് ഒന്ന് പടി കയറി വന്നേക്കാം. അല്ലാതെ ഇവർക്ക് ഐക്യമില്ല, പരസ്പരം പരിചാരലുണ്ട്. ഭരണപക്ഷത്തെ എതിർക്കുന്നതിന് പകരം ഉള്ളിലെ പരസ്പരം തല്ലലാണ് പ്രധാനം, അല്ലേ? തീർച്ചയായിട്ടും ആണ് സാറേ, എനിക്കത് പറയാം. ശരി, ഓക്കെ. ശ്രീരാജനാണ് തിരുവല്ലയിൽ നിന്നും. ശ്രീരാജൻ, താങ്കൾ എങ്ങനെയാണ് കേരളത്തിലെ പ്രതിപക്ഷത്തെ കാണുന്നത്? ഒരു ക്രിയാത്മകമായ പ്രതിപക്ഷമായിട്ട് താങ്കൾ അതിനെ കാണുന്നുണ്ടോ? നമസ്തേ സർ. നമസ്കാരം. പ്രതിപക്ഷമായി ഇപ്പൊ സ്ത്രീ പറഞ്ഞതുപോലെ തന്നെ ഇവർ തമ്മിൽ ഐക്യമില്ല. ഇവരെല്ലാരും മുഖ്യമന്ത്രിയുടെ സ്ഥാനാർത്ഥികളാണ്. എല്ലാ മുതിർന്ന നേതാക്കൾ. ഒരു രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് നല്ല അഭിപ്രായം. ബാക്കി ഒരൊറ്റ കുഞ്ഞുങ്ങളിലെല്ലാം തമ്മിൽ തല്ലാണ്. എത്രയോ പ്രശ്നങ്ങളുണ്ട് ഇവിടെ. ഒന്നും വെളിച്ചത്ത് കൊണ്ടുവരാനോ ഒരു കാര്യം ജനങ്ങളോട് സംസാരിക്കാനോ ഇവരെ കൊണ്ട് കഴിയുന്നില്ല. വീട് വെച്ച് കൊടുത്ത ആ അമ്മച്ചി അവര് പോലും BJP പോയി. കാരണം ഇവരുടെ പിടിപ്പുകേട്. ആ അമ്മച്ചി ഇന്ന് പറഞ്ഞ എന്തുവാ, ഇവർ രണ്ടും ഒരുപോലെ, രണ്ടു കൂട്ടരും ഒരുപോലെ, അതുകൊണ്ട് ഞാൻ BJP പോവാണ്. അപ്പൊ ഈ പ്രതിപക്ഷത്തിന്റെ അവര് ശക്തമായിട്ടൊരു നിലപാടെടുക്കണം. അതില്ല അവരുടെ. അത് കാരണം ഈ മൂന്നാമതും പിണറായി തന്നെ വരും. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് പോകും മുമ്പ് ചില കമൻറ്റുകൾ കൂടി വായിക്കുന്നുണ്ട്. ഭരണവിരുദ്ധ വികാരമുണ്ട്, അത് കോൺഗ്രസിന് ഗുണം ചെയ്യില്ല, കാരണം കോൺഗ്രസ് അതിലും മോശമാണെന്നാണ് ബിജു വേൾഡ് പറയുന്നത്. സൂപ്പറല്ലേ, വെറി സൂപ്പർ എന്ന് സദാനന്ദൻ MK പറയുന്നു. എന്താണ് ഉദ്ദേശിച്ചതെന്ന് അറിയത്തില്ല. ചെന്നിത്തല വാസ് എ ബെറ്റർ ഓപ്പോസിഷൻ ലീഡർ ബട്ട് NSS ആൻഡ് സുകുമാരൻ നായർ സ്പോയിൽഡ് ഹിസ് ഇമേജ് എന്ന് പറയുന്നു. ഷിജു കിരിയത്താണ് അത് പറയുന്നത്. മറിയക്കുട്ടി ഷുഡ് വെക്കേറ്റ് ദി ഹൗസ് വിച്ച് UDF ഗിഫ്റ്റഡ് ഹെർ എന്ന് പറയുന്നത്. അത് ശരിയല്ല ശ്രീ ഷിജു. അങ്ങനെ ഒരു പാർട്ടിക്ക് പിന്തുണ നൽകാം എന്ന് പറഞ്ഞൊന്നും അല്ലല്ലോ. ഒരു പാർട്ടിക്കാർ ഒരു വീട് വെച്ച് കൊടുത്തു എന്ന് കരുതി ആ പാർട്ടിയിൽ ആജീവനാന്തകാലം നിലനിൽക്കാം എന്നൊന്നും ആർക്കും പറയേണ്ട കാര്യമില്ല. അതൊക്കെ അവരുടെ ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമൊക്കെയാണ്. അതോടൊപ്പം തന്നെ ശ്രീ ബിജോ പറയുന്നു, മറിയക്കുട്ടി മാറിയ സ്ഥിതിക്ക് കോൺഗ്രസിൻ്റെ വീട് തിരിച്ചു കൊടുക്കണം, BJP വെച്ച് കൊടുക്കേണ്ട വീട്, അതല്ലേ ആണത്തം എന്നൊക്കെ പറയുന്നു ബിജോ. അത് ഏതായാലും ഒരു പാർട്ടി ഒരു സഹായം ഒരാൾക്കാർ ചെയ്തു എന്ന് കരുതി ആജീവനാന്തകാലം അവർ ആ പാർട്ടിയിൽ നിൽക്കണം എന്നൊന്നുമില്ല. അതൊക്കെ ഓരോരുത്തരുടെ താല്പര്യമാണ്. പ്രതിപക്ഷം ഷാജി പറഞ്ഞത് കൊണ്ടാണ് പ്രതിപക്ഷം ഗതികെട്ട് ഇടപെട്ടത്. അയാൾക്കും സഹാക്കൾക്കും വളരെ ബുദ്ധിമുട്ടാണ്. പ്രതിപക്ഷത്തിനായതുകൊണ്ട് നല്ലതുപോലെ കക്കാൻ സാധിച്ചു എന്ന് പറയുന്നു ശ്രീ ജയകുമാർ. കുട്ടൻ വിളക്കത്തല, ഭരണപക്ഷം എന്തെങ്കിലും ഗുണം ജനങ്ങൾക്ക് ചെയ്താലല്ലേ പ്രതിപക്ഷത്തെ വിലയിരുത്താൻ പറ്റുള്ളൂ എന്ന് ചോദിക്കുന്നു. രഘുനന്ദൻ പറയുന്നു, കോൺഗ്രസിൽ പുതിയ അധ്യക്ഷൻ വന്നെങ്കിലും പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ എന്നത് തന്നെ. പുതിയ അധ്യക്ഷൻ ഉണ്ടെങ്കിലും പഴയ അധ്യക്ഷൻ്റെ ഭരണമാണ് ഇപ്പോഴും നടക്കുന്നതെന്ന് പറയുന്നു. ഭരണപക്ഷം എന്തെങ്കിലും ഗുണം, അത് വീണ്ടും ഒരേ കമൻറ്റുകൾ തന്നെ കുട്ടൻ ആവർത്തിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ജയകുമാർ, ഇതാണ് കഴമ്പില്ലാത്ത വർത്തമാനം, തെളിവുണ്ടേൽ കോടതിയെ സമീപിക്കുക എന്ന് ഷാജി ഭാസ്കരൻ പറയുന്നു. എന്തായാലും നമുക്ക് മറ്റൊരു പ്രേക്ഷകരിലേക്ക് പോകേണ്ടതുണ്ട്. ശ്രീമതി ജയാണ് കൊല്ലത്ത് നിന്നും. ശ്രീമതി ജയ, താങ്കൾ എങ്ങനെയാണ് കേരളത്തിലെ പ്രതിപക്ഷത്തെ കാണുന്നത്? ഒരു കൊള്ളാവുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രതിപക്ഷമായി കാണുന്നുണ്ടോ, അതോ വികസനം മുടക്കികൾ എന്നുള്ള ഭരണപക്ഷത്തിന്റെ ആരോപണത്തെ ശരിവെക്കുകയാണ്? എന്താണ് താങ്കളുടെ അഭിപ്രായം? നമസ്കാരമുണ്ട്. കിരൺ, എനിക്ക് താല്പര്യമുണ്ട് പ്രതിപക്ഷത്തിന്റെ പ്രവർത്തനത്തില്. പക്ഷേ ജീവൻ രക്ഷാ കവചമൊക്കെ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ഭരണപക്ഷത്തിനോട് നമ്മൾ എന്ത് പറയാനാ? ഇവര് പ്രതിപക്ഷം എന്തെങ്കിലും പറഞ്ഞാല് അവര് കേൾക്കുന്നുണ്ടോ? ഈവൻ അസംബ്ലി പോലും എന്തുമാതിരി ആക്ഷേപ ഈ എന്താ പറയുന്നത്, ചീഫ് മിനിസ്റ്റർ എഴുന്നേറ്റ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് വിളിച്ചത് പോലും അരോചകമായിട്ട് തോന്നുന്നു. അങ്ങനത്തെ ഒരു ഭരണപക്ഷത്തിനോട് എങ്ങനെ ഇവര് ഇത്രയും മെമ്പേഴ്സ് അല്ലേ ഉള്ളൂ? അതുകൊണ്ട് അടുത്ത വർഷം എന്റെ മാർക്ക് A++ ആണ്. അടുത്ത പ്രാവശ്യം ദൈവം സഹായിച്ച് അവര് കയറി വരുമെന്നാണ് എന്റെ ഒരു പ്രതീക്ഷ. കിരണേ, ശരി, ഓക്കെ. ശ്രീമതി ജയയുടെ പ്രതീക്ഷ അങ്ങനെയാണ്. ശ്രീ മോഹനാണ് ബാംഗ്ലൂരിൽ നിന്നാണ്. ശ്രീ മോഹനൻ, താങ്കൾ എങ്ങനെയാണ് കേരളത്തിലെ പ്രതിപക്ഷത്തെ കാണുന്നത്? അവർക്ക് എത്ര മാർക്ക് താങ്കൾ കൊടുക്കും? നമസ്കാരം. എനിക്ക് വളരെ സങ്കടം തോന്നുന്നു ഈ പ്രതിപക്ഷത്തിന്. അവർക്ക്
എന്തു പറ്റി? താങ്കൾ പറഞ്ഞോളൂ. അത് ആ പറയേണ്ട സമയത്ത് ഭരണപക്ഷത്തിന്റെ പല പാളിച്ചകളും ആ പറയേണ്ട സമയത്ത് ഇത് പറയുന്നില്ല. ഒന്ന്. രണ്ടാമത് ഉൾപോരാട്ടം. ഈ കോൺഗ്രസ് ബുള്ളറ്റിന് വളരെ പ്രശ്നങ്ങളുണ്ട്. അത് ആദ്യം തീർക്കണം. ആദ്യം തീർത്താൽ മാത്രമേ ഒരു നല്ല പ്രതിപക്ഷത്തിന് അവിടെ കിട്ടുള്ളൂ ഇപ്പോഴത്തെ സ്ഥിതിക്ക്. ഹലോ, കേൾക്കാം, പറഞ്ഞോളൂ. അതാ പറയുന്നത്. പ്രതിപക്ഷത്തിന് ഒരു ജീവനം കിട്ടണമെങ്കിൽ ഉൾപോരാട്ടം, അതായത് ഉള്ളിൽ ആഭ്യന്തര പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് ഐക്യത്തോടുകൂടി നിൽക്കണമെന്നാണ് താങ്കൾ പറയുന്നത്. ശ്രീദാസനാണ് കണ്ണൂരിൽ നിന്ന്. ശ്രീദാസൻ, താങ്കൾ എങ്ങനെയാണ് കേരളത്തിലെ പ്രതിപക്ഷത്തെ വിലയിരുത്തുന്നത്? ഒരു കൊള്ളാവുന്ന പ്രതിപക്ഷമാണോ? അല്ല കിരൺ ബാബു, ഇത് വളരെ പ്രയാസകരമാണ് ഈ സുധാകരനെ മാറ്റത്. കാരണം സുധാകരന്റെ കേരളത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന കോൺഗ്രസിനെ കൂടുതൽ KPCC പ്രസിഡന്റാകാൻ ഒറ്റ യോഗ്യനാണ് ഇയാൾ. സണ്ണി ജോസഫിനെ പറ്റി നമുക്കെല്ലാം അറിയാം. അപ്പൊ നമ്മൾ ഇരുട്ടിക്കാരനാണ്, വിളിക്കലുകാരനാണ്, നമുക്കെല്ലാം അറിയാം. നാട്ടുകാർക്കാരെ സണ്ണി ജോസഫിനെ അറിയാം. ഈ ലോകത്തെ ഏറ്റവും വലിയ ഭാഗ്യമാണ് സണ്ണി ജോസഫ്. KPCC പ്രസിഡന്റ് പുള്ളി പോയത് ഉദ്ദേശിച്ചിട്ടില്ല. പക്ഷെ ഞാൻ പറയുന്നത് ഈ കോൺഗ്രസ് ഇനിയെങ്കിലും മനസ്സിലാക്കി. സണ്ണി ജോസഫ് നിങ്ങളുടെ കണ്ണൂരിന്റെ സ്ഥിരമായ അവിടെ MLA ഒക്കെ ആയിരുന്ന ആളല്ലേ? കണ്ണൂർ എന്റെ മണ്ഡലമാണ് പേരാവൂര് മണ്ഡലമാണല്ലേ? ഓക്കെ, ശരി. അത് നല്ല മാന്യനാണ്, ആള് നല്ല മാന്യനാണ്. നമ്മുടെ PT തോമസിനോട് കടപിടിക്കുന്ന ആളാണ്. ഇങ്ങനെ PT തോമസിനോട് കടപിടിക്കുന്ന ആളാണ്. പക്ഷെ ഇയാളെ കേരളത്തിൽ അറിയില്ല ആർക്കും. ഈ KC വേണുഗോപാലും ഈ നമ്മുടെ VD സതീശിനെ കുറിച്ച് ഈ കോൺഗ്രസിനെ കുളിപ്പിച്ച് ഒരു അടുത്ത് കട്ടണം. ഞാൻ പറയുന്നത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ ചെറിയ പ്രതീക്ഷ നമുക്ക് ഈ മുസ്ലിങ്ങളുടെ ഇടയിൽ കുറച്ച് മാറ്റം വന്നിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ അടുത്ത തവണ LDF വന്നു കഴിഞ്ഞാൽ പിന്നെ വെള്ളാപ്പള്ളിയാണ് ഇഷ്ടപ്പെട്ട ആൾക്കാരെ കാര്യം തീരുമാനിക്കുക. അതുകൊണ്ട് മുസ്ലിങ്ങൾ മിക്കവാറും UDF വോട്ട് ചെയ്യും. പക്ഷെ എന്നാലും എനിക്ക് വലിയ സങ്കടം തോന്നുന്നു. ഈ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ വീണ്ടും ഒരു ഗവൺമെന്റ് വന്നു കഴിഞ്ഞാൽ ഇതുപോലൊരു മനുഷ്യനെ എന്റെ ജീവിതത്തിൽ കഴിഞ്ഞില്ല. കമ്മ്യൂണിസ്റ്റുകാരനെന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകാർ പറയാനുള്ള പറ്റുകയില്ല. അധികം പറയുന്നില്ല കേട്ടോ, സമയം കളയണ്ട. ശരി. ശ്രീ കൃഷ്ണയാണ് കാവാലത്ത് നിന്നാണ് വിളിക്കുന്നത്. ശ്രീ കൃഷ്ണ, താങ്കൾ എങ്ങനെയാണ് ഈ കേരളത്തിലെ പ്രതിപക്ഷത്തെ വിലയിരുത്തുന്നത്? എത്ര മാർക്ക് കൊടുക്കും പ്രതിപക്ഷത്തിന്? പ്രതിപക്ഷത്തെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ അവർ ഇച്ചിരിയുടെ പക്വതയോടുകൂടി കൈകാര്യങ്ങൾ ചെയ്യാൻ പഠിക്കണം അവര്. കാരണം എന്ന് വെച്ചാൽ ഭരണപക്ഷം എന്ത് ചെയ്താലും പ്രതിപക്ഷം അതിനെ നല്ലതാണെങ്കിലും മോശമാണെങ്കിലും കളിയാക്കി വിടുകയാണ് ചെയ്യുക. ഹലോ, കേൾക്കാം, പറഞ്ഞോളൂ. പിന്നെ കളിയാക്കി വിടുകയാണ് ചെയ്യുന്നത്. പിന്നെ അവർക്കൊരു ഐക്യമില്ല. ഒന്നാമത്തെ കാര്യം, അവർ നല്ല രീതിയിൽ ഐക്യത്തോടുകൂടി മുന്നോട്ട് പോകണമെങ്കിൽ അവർക്ക് തന്നെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അവരതിൽ നോക്കുന്നില്ല. അവര് ഇതായിട്ടാണ് പോകുന്നത്. വളരെ മോശമായിട്ട് തന്നെയാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഭരണപക്ഷത്തിന് തന്നെയായിരിക്കും ഇത്തവണയും കിട്ടാൻ പോകുന്നത് മൂന്നാമത്. ശരി, ഓക്കെ, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ ഏലിയാസ് ആണ് എറണാകുളത്ത് നിന്ന്. ശ്രീ ഏലിയാസ്, താങ്കൾ എങ്ങനെയാണ് കേരളത്തിലെ പ്രതിപക്ഷത്തെ കാണുന്നത്? ഒരു കൊള്ളാവുന്ന പ്രതിപക്ഷമായി താങ്കൾ അതിനെ വിലയിരുത്തുന്നുണ്ടോ? ശ്രീ ഏലിയാസ്, കേൾക്കാമോ താങ്കൾക്ക്? അദ്ദേഹത്തിൻ്റെ ടെലിഫോൺ തടസ്സമുണ്ടെന്ന് തോന്നുന്നു. ശ്രീ തങ്കച്ചനാണ് കോട്ടയത്ത് നിന്ന്. ശ്രീ തങ്കച്ചൻ, താങ്കൾ എങ്ങനെയാണ് കേരളത്തിലെ പ്രതിപക്ഷം ഒരു നല്ല പ്രതിപക്ഷമായ ഒരു ഉത്തരവാദിത്തമൊക്കെ നിറവേറ്റുന്ന ഒരു പ്രതിപക്ഷമാണോ? നമസ്കാരമുണ്ട് സാറേ. നമസ്കാരമുണ്ട്. എനിക്ക് പറയാനുള്ളത് പ്രതിപക്ഷം ശക്തമല്ലെങ്കിൽ സാറേ ഇന്നത്തെ രീതി വെച്ച് നമ്മുടെ നിത്യോത്സാഹത്തിന്റെ വില, അതുപോലെ സർക്കാർ ജീവനക്കാരുടെ ശമ്പളം, ഇതൊക്കെ മുടക്കിയിട്ട് എപ്പോഴും ആഞ്ഞടിക്കുന്ന പ്രതിപക്ഷം തന്നെയാണ്. അത്തരം പ്രവർത്തനങ്ങളിൽ ഉചിതമായി കൈയടത്തിയ ഒരാളാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. എപ്പോഴും ഏത് കാര്യത്തിലും, അതായത് മക്കളുടെ കാര്യത്തിൽ, പിണറായി വിജയന്റെ മകളുടെ കാര്യത്തിലാണെങ്കിലും ശക്തമായി നിർത്തി എന്തെല്ലാം വന്നാലും ശക്തമായി തന്നെ തുടർന്ന് വന്ന രീതിയിൽ വന്ന ഒരു പ്രതിപക്ഷമാണ്. ഈ പ്രതിപക്ഷത്തെ ഒരിക്കലും നമുക്ക് തേച്ചു മാറ്റാനോ ഒരിക്കലും കേരളത്തിൽ കുറച്ചു മാറ്റാൻ നമുക്ക് പറ്റില്ല. കാരണം എന്തെന്ന് വെച്ചാൽ അത്ര ശക്തമായി കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനമാണ് ജനങ്ങളുടെ ജീവനാടി എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഈ ഇടതുപക്ഷം ഇടതുപക്ഷം ഭരിക്കുന്ന സമയത്ത് എന്തെല്ലാം സർക്കാർ ജീവനക്കാരുടെ നിയമനങ്ങൾ, എന്റെ കുട്ടികളും ഇവിടെ റാങ്ക് ലിസ്റ്റ് കിടക്കുക. ഇന്നൊരു നിയമനം പഠിക്കും. ഞാനൊരു രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന ആളില്ല. ഞാൻ എല്ലാ രാഷ്ട്രീയക്കാരും ഒരുപോലെ കാണുന്നു. എനിക്ക് കിട്ടാത്ത ഇത്തരം കാര്യങ്ങളിൽ ഞാൻ ഇടപെട്ട് ഓരോ കാര്യങ്ങൾ. നിയമനത്തിന്റെ കാര്യത്തിലൊക്കെ അങ്ങനെയല്ല. നിയമനത്തിന്റെ കാര്യത്തിലൊക്കെ കണക്കുകളൊക്കെ വന്നിട്ടുള്ളതാണല്ലോ. UDF കാലത്തും LDF കാലത്തും ആകെ നിയമിച്ചതിന്റെ കണക്കുകളൊക്കെ വ്യക്തമായി വന്നിട്ടുള്ളത്. ആക്ഷേപത്തിൽ കഴമ്പുണ്ട് എന്ന് തോന്നുന്നില്ല. അല്ല, ഉണ്ടുണ്ട് സാർ. എനിക്കറിയാം. കാരണം എന്റെ കുട്ടി എത്ര റാങ്ക് ലിസ്റ്റിലുണ്ട്. ഒരു പ്രാവശ്യം ഞാൻ ഇടതുപക്ഷക്കാരനും അല്ല പ്രതിപക്ഷക്കാരനും അല്ല. അല്ല ശ്രീ തങ്കച്ചൻ, അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞല്ല. താങ്കളൊരു പറഞ്ഞപ്പോൾ അതിന്റെ വസ്തുത പറഞ്ഞാണ്. UDFന്റെ കാലത്ത് എത്ര നിയമനങ്ങൾ PSC വഴി നടന്നിട്ടുണ്ട്, LDFന്റെ കാലത്ത് എത്ര നിയമനങ്ങൾ നടന്നിട്ടുണ്ട്, ഇതെല്ലാം കണക്കുകൾ വ്യക്തമാണ്. അപ്പോൾ നിയമനത്തിന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു നിയമനം കൊടുക്കാത്തൊരവസ്ഥ ഉണ്ട് എന്ന് പറയും. ഈ റാങ്ക് ലിസ്റ്റിൽ പെടുന്നവരെല്ലാം സമരം ചെയ്യുന്നവർ, റാങ്ക് ലിസ്റ്റിൽ പെടുന്നവർക്കെല്ലാം ഒരു കാലത്തിലും ഉദ്യോഗം കിട്ടത്തില്ല. അത് സ്വാഭാവികമാണ്. റാങ്ക് ലിസ്റ്റിൽ അവസാനം വരുന്ന ആളുകൾക്ക് ജോലി കിട്ടില്ല
കിട്ടുന്നില്ല എന്നുള്ളത് സ്വാഭാവികം. അവർക്കെല്ലാം ആഗ്രഹം കാണും സ്വാഭാവികമായും. പക്ഷേ എണ്ണം പരിശോധിക്കുമ്പോൾ അങ്ങനെ എണ്ണം കുറവായി കാണുന്നില്ല. ഒരു കാര്യം പ്രയാസമാണ് സാർ, ഇത്രയും നാൾ ഒരു താൽക്കാലിക ജീവനക്കാരുണ്ട്. ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. ഈ താൽക്കാലിക ജീവനക്കാരെ സ്ഥിരമായിട്ട് തൊഴിലാളികൾക്ക് സർവ്വകലാശാല നടത്തുന്ന ഈ പാർട്ടി പിരിച്ചുവിടുന്നു. ഇതൊക്കെ ശരിക്കും പ്രതിപക്ഷത്തിന്റെ ഓരോ ശക്തമായ ഇടപെടില്ല പ്രതിപക്ഷത്തിന് പുറത്തു വരുന്നത്. ഇത്തരം കാര്യങ്ങൾ ഈ കാണിക്കുന്ന സർക്കാർ എന്തൊരു വൃത്തികെട്ട നയമാണ് കാണിക്കുന്നത്. അവരുടെ ആൾക്കാരെ മാത്രം കയറ്റിക്കൊണ്ടും മറ്റുള്ള ആൾക്കാരെക്കാളും പുറത്താക്കിക്കൊണ്ടും ചെയ്യുന്ന ഈ നയം ഒരിക്കൽ തന്നെ നമ്മുടെ KSRTC തന്നെ നമ്മുടെ നിയമനങ്ങൾ താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ഒരു ചർച്ചയ്ക്ക് വെക്കേണ്ട അടുത്ത ദിവസം ഇങ്ങനെ തിരിച്ചുവിടുന്ന ഒരു ചർച്ചയ്ക്ക് വെക്കേണ്ട ഒരു കാര്യമാണ് ഇതൊക്കെ. ശരി, ഓക്കെ, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ ലുക്മാനാണ് പെരിന്തൽമണ്ണയിൽ നിന്നും. ശ്രീ ലുക്മാൻ, താങ്കൾ എങ്ങനെയാണ് കേരളത്തിലെ പ്രതിപക്ഷത്തെ വിലയിരുത്തുക? കേരളത്തിന്റെ പ്രതിപക്ഷത്തെ വിലയിരുത്തുക എന്ന് പറയുന്നത് ശക്തമായിട്ട് പ്രതിപക്ഷമില്ലാതെ പോയതാണ് നമ്മെ സംബന്ധിച്ചോളം പരാജയം എന്ന് പറയുന്നത്. ഹലോ, കേൾക്കാൻ പറഞ്ഞോളൂ. ശക്തമായ പ്രതിപക്ഷമില്ലാതാണ് നമുക്കൊരു നല്ലൊരു പരാജയം തന്നെയാണ്. അത് ശക്തമായ പ്രതിപക്ഷം ഒരു ഐക്യമില്ലാതെ പോക്കലും ഒരു ഐക്യമില്ലാതെ പോയതും ഏറ്റവും ഉള്ളത്. ഈ ഏകദേശം ഈ 9 വർഷത്തോളമായിട്ടൊരു ആ പ്രതിപക്ഷയുടെ അഴിമതി ആരോപണങ്ങളോ ശക്തമായ അഴിമതി ആരോപണങ്ങൾ മാത്രമുള്ളത് അത് തെളിയിക്കാനോ അങ്ങനെ ഒരു കൂട്ടായ പ്രവർത്തനം ഇല്ല സത്യമാണ്. ശരി, ശ്രീ കൃഷ്ണൻകുട്ടിയാണ് മണിമലയിൽ നിന്നും. ശ്രീ കൃഷ്ണൻകുട്ടി, താങ്കൾ എങ്ങനെയാണ് കേരളത്തിലെ പ്രതിപക്ഷത്തെ വിലയിരുത്തുന്നത്? എത്ര മാർക്ക് കൊടുക്കും താങ്കൾ കേരളത്തിലെ പ്രതിപക്ഷത്തിന്? നമസ്കാരം. നമസ്കാരം. കുറെ അധികം കഷ്ടപ്പെട്ടിട്ടാണ് ഈ ലൈൻ ഒന്ന് കിട്ടുന്നത്. ശരി, ഓക്കെ, പെട്ടെന്ന് കട്ട് ചെയ്ത് കളയല്ലേ. ശരി, പറഞ്ഞോളൂ. നമ്മുടെ പ്രതിപക്ഷത്തിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാല് ഈ 1957 EMS സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ മുതല് നമ്മൾ ഈ പ്രതിപക്ഷത്തിനെ കാണുന്നതാണ്. കോൺഗ്രസ് ആണ് പ്രതിപക്ഷത്തിനെ നയിക്കുന്നത്. അവര് എതിർത്തിട്ടുള്ള എല്ലാം, അന്ന് ഭരണകക്ഷി എതിർത്തിട്ടുള്ള എല്ലാം അധാർമികമായ കാര്യങ്ങളിലാണ്. 57 സർക്കാരിനെ അവർ സമരം നടത്തി വിമാന സമരത്തിലൂടെ പുറത്താക്കിയത് എന്ത് കാര്യത്തിനായിരുന്നു? ഒരു ധാർമ്മികത ഇല്ലാത്ത കാര്യങ്ങൾക്കായിരുന്നു. ആ സർക്കാർ തുടർന്നിരുന്നെങ്കിൽ കേരളം ഇന്ന് എവിടെ എത്തിയേനെ എന്നൊന്നും കണക്ക് കൂട്ടി നിൽക്കുന്ന ചരിത്രത്തിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അവിടുന്ന് തുടങ്ങിയെന്നേ ഉള്ളൂ. സമരകാലത്തെ പല കക്ഷികൾ സമരം ചെയ്ത ആളുകളോട്ടൊക്കെ പിന്നീട് പാർട്ടി വേറെ തരത്തിലെ ബന്ധത്തിലൊക്കെ പോയിട്ടുണ്ട്. അതൊക്കെ പോട്ടെ, എന്തായാലും പുതിയ കാര്യത്തിലേക്ക് ഞാൻ അവിടുന്ന് തുടങ്ങിയെന്നേ ഉള്ളൂ തുടങ്ങാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ കണ്ടത് പല പ്രതിപക്ഷങ്ങളെ കണ്ടു, പ്രതിപക്ഷ നേതാക്കളെ കണ്ടു. നമ്മുടെ VS അച്യുതാനന്ദൻ, സഖാവ് VS അച്യുതാനന്ദൻ ഈ കേരളത്തിന്റെ മൊത്തം ജനങ്ങളുടെ, അതായത് കോൺഗ്രസുകാരുടെയും BJP-ക്കാരുടെയും കമ്മ്യൂണിസ്റ്റുകാരുടെയും മൊത്തം ജനങ്ങളുടെയും സ്ത്രീകളുടെയും ഒക്കെ ഹൃദയത്തിൽ കടന്നു കയറിയത് മുഖ്യമന്ത്രിയായിരുന്ന കാര്യത്തിലല്ല. അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് ചെയ്ത കാര്യങ്ങളിലൂടെയാണ് VS അച്യുതാനന്ദൻ ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് കടന്നു കയറിയത്. ഓർക്കുന്നുണ്ടോ മതികെട്ട മലയിലൊക്കെ അച്യുതാനന്ദൻ പോയ കാര്യങ്ങളൊക്കെ? അപ്പൊ അത്രയ്ക്കും മാതൃകയായിട്ട് പ്രതിപക്ഷ ഉണ്ടായിരുന്നു. ഇവിടെ പ്രതിപക്ഷ നേതാക്കൾ ഉണ്ടായിരുന്നു, പ്രതിപക്ഷം പ്രവർത്തിച്ചിരുന്നു. അങ്ങനെ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഈ ഇടതുപക്ഷത്തിന് പിന്നെയും അധികാരത്തിൽ വരാൻ പറ്റുന്നത്. ഏറ്റവും നല്ല പ്രതിപക്ഷവും ഏറ്റവും നല്ല ഭരണകക്ഷിയും കേരളം ഉണ്ടായ കാലം പോലെ ഇതുവരെ ഞാൻ കണ്ടിട്ടുള്ളത് കമ്മ്യൂണിസ്റ്റുകാരെയാണ്. ഇവർക്ക് ഭരണകക്ഷിയായിട്ടിരിക്കാനും അല്ലല്ലോ, ഇനിയും പറയാനുണ്ട്. അവർക്ക് ഭരണകക്ഷിയായിട്ടിരിക്കാനും പറ്റില്ല, അവർക്ക് പ്രതിപക്ഷമായിട്ടിരിക്കാനും പറ്റില്ല. അങ്ങനെയുള്ള കഴിഞ്ഞ തവണ മുതൽ അതിനു മുമ്പിലൊക്കെ ഒരു തവണ മാത്രമല്ലേ മാറിയിട്ടുള്ളൂ. അതിനു മുമ്പൊക്കെ കോൺഗ്രസ് അധികാരത്തിൽ വരികയൊക്കെ ചെയ്തിട്ടില്ല. അപ്പൊ പിന്നെ രണ്ടിനും കഴിവില്ല എന്നൊക്കെ പറയുന്ന കാര്യമില്ല. ഇനി എനിക്ക് 2 സെന്റൻസ് കൂടെ പറയാനുള്ളൂ. ഇവര് കൊണ്ടുവന്ന ഏതെങ്കിലും ഒരു ആരോപണം തെളിയിക്കാൻ ഈ പ്രതിപക്ഷത്തിന് പറ്റിയിട്ടുണ്ടോ? അതുകൊണ്ട് ഈ പ്രതിപക്ഷത്തിനുള്ള ജനത്തിന്റെ വിശ്വാസം തന്നെ പോവുകയാണ്. അവരെന്തെല്ലാം കള്ള ആരോപണങ്ങൾ കൊണ്ടുവരുന്നു. നമ്മുടെ സ്വർണ്ണക്കടത്ത്, ഈന്തപ്പഴത്തിൽ സ്വർണം, അത് കഴിഞ്ഞ് വന്ന് പിന്നെ AI ക്യാമറയിൽ അഴിമതി, കോടതിയിൽ കേസിൽ നിൽക്കുകയാണ്. അതെ, K-ഫോണിൽ അഴിമതി, ഇതെല്ലാം പറഞ്ഞ് കൊണ്ടുവന്നിട്ട് ഏതെങ്കിലും ഒരു മന്ത്രിയെങ്കിലും രാജിവെപ്പിക്കാൻ കഴിഞ്ഞവരെ മന്ത്രി രാജിവെക്കുന്നല്ല. ഇപ്പോൾ ഇതിനകത്ത് അവസാനം പറഞ്ഞ 2 വിഷയത്തിൽ കൂടി നിൽക്കുന്നതാണ്. കാര്യമായ ഒരു ആരോപണം കൊണ്ടുവന്നിട്ട് വേണ്ട രാജിവെപ്പിക്കാൻ. കാരണം ഇത് കാണുന്ന ജനത്തിന് അറിയാമല്ലോ, ഇവർ പറയുന്നതെല്ലാം ഇന്ന് പറയുന്ന ആരോപണം അവർ നടത്തിക്കൊണ്ട് പോയി ഒരു ലോജിക്കൽ സൊല്യൂഷൻ. ശ്രീ റഷീദാണ് കൊയിലാണ്ടിയിൽ നിന്ന്. ശ്രീ റഷീദ്, താങ്കൾ എങ്ങനെയാണ് കേരളത്തിലെ പ്രതിപക്ഷത്തെ കാണുന്നത്? അതെ, ഒരു തിരുത്തൽ ശക്തിയായിട്ടാണ് ഞാൻ കേരളത്തിന്റെ പ്രതിപക്ഷത്തെ കാണുന്നത്. ഭരണപരങ്ങളിൽ ജനങ്ങളിൽ എത്തിക്കുന്നതിൽ മിടുക്ക് കാണിച്ചിട്ടുണ്ട് കേരളത്തിലെ പ്രതിപക്ഷം. ഇന്നിപ്പോ പഴയ കാലമല്ലല്ലോ, പഴയ കാലമൊന്നല്ലല്ലോ. ഇപ്പം ലൈവായിട്ട് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പണ്ട് പറയുന്നതൊക്കെ തള്ളാണെങ്കിലും അത് തള്ളായിട്ട് അല്ല, സത്യമായിട്ടാണ് കാണുക. ഇന്ന് തള്ളായിട്ട് തന്നെയാണ്
ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഭരണപരാജയവും അതേപോലെ തന്നെ എന്തെല്ലാം കാര്യങ്ങളിലെ ആശാവർക്കർമാരുടെ മാത്രമല്ല ചൂരന്മാരിലടക്കം അവരോട് ചെയ്യുന്ന അനീതി കഴിഞ്ഞ ദിവസം നിങ്ങൾ കാണിച്ചില്ലേ? അവിടെയുള്ള ദുരിതബാധിത ആളുകൾ സമരം ചെയ്യുന്നത്. ഈ ഒരു രീതിയൊക്കെ ഇവരെയൊക്കെ തിരിച്ചു കൊണ്ടുവരാനുള്ള നല്ലൊരു പ്രതിപക്ഷം ആണ് ഇപ്പോൾ ഉള്ളത്. 100 മാർക്ക് നൽകുകയാണ് ഇപ്പോഴത്തെ പ്രതിപക്ഷത്തിന്. എന്താ നമ്മുടെ ഈ ഭരണത്തെ തിരുത്താനും തിരുത്തിക്കാനും സാധിച്ചിട്ട് പിന്നെ ഈ പറഞ്ഞ ആരോപണങ്ങൾ, ഈ അഴിമതി ആരോപണങ്ങൾ തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നൊരു ആരോപണമാണ് ഇപ്പോൾ എന്റെ മുമ്പ് പറഞ്ഞ ആൾ പറഞ്ഞു. നമ്മൾ കാര്യം മനസ്സിലാക്കേണ്ടത് കേന്ദ്രവും കേരളവും ചേട്ടൻ ബാബയും അനിയൻ ബാബയും കളിക്കുന്നത് കൊണ്ടാണ് ഇത് പുറത്തു വരാത്തുന്നുള്ള സത്യം അവർക്കറിയാം. പക്ഷേ പറയാൻ കഴിയില്ലല്ലോ. ശരി, ശ്രീ റഷീദാണ് നമ്മളോട് അഭിപ്രായം പറഞ്ഞത്. നമുക്ക് മറ്റൊരു പ്രേക്ഷകരിലേക്ക് പോകേണ്ടതുണ്ട്. ശ്രീ ജോസ് ആണ് കട്ടപ്പനയിൽ നിന്നും. ശ്രീ ജോസിലേക്ക് പോകും മുമ്പ് 1-2 കമൻറ്റുകൾ കൂടി വായിക്കേണ്ടതുണ്ട്. ഒരു 2 മാസം കൂടെ കാത്തിരിക്കൂ, പുതിയ KPC പ്രസിഡന്റ് വന്നതല്ലേ ഉള്ളൂ, ഒക്കെ ഒന്ന് നേരെയാക്കാനുള്ള സമയം കൊടുക്ക്. ഷാഫി വിശ്വനാഥ് അനിൽകുമാർ മിടുക്കന്മാരാണെന്ന് ബിജോ പറയുന്നു. അതോടൊപ്പം തന്നെ ശ്രീമതി ജയ പിണറായിയെ സുധാകരൻ ഉൾപ്പെടെ ആക്ഷേപിച്ചത് കേട്ടിട്ടില്ലേ എന്ന് ഷാജി ഭാസ്കരൻ ചോദിക്കുന്നു. കോടതിയിൽ പോയാലും കക്കാൻ പഠിച്ചവൻ നിൽക്കാൻ പഠിക്കും പാക്കര എന്ന് ജയകുമാർ പറയുന്നു. അതോടൊപ്പം തന്നെ പ്രതിപക്ഷത്തിന് ഐക്യമില്ല എന്ന് മൊയ്തീൻകുട്ടി പറയുന്നു. താൻ അത് അത് തമ്മിലുള്ള ചർച്ചയാണ് എന്തായാലും. അങ്ങനെ ശ്രീ രാജനാണ് കൊല്ലത്തുനിന്ന്. ശ്രീ രാജൻ, താങ്കൾ എങ്ങനെയാണ് കേരളത്തിലെ പ്രതിപക്ഷത്തെ വിലയിരുത്തുന്നത്? കിരണിനെ കണ്ടിട്ട് ഒത്തിരി ദിവസം ആയല്ലേ? എവിടെയായിരുന്നു? പുറത്തൊക്കെ? അയ്യോ, ഞാൻ ഒത്തിരി ദിവസമൊന്നും ആയില്ല, ഒരു 3 ദിവസം ഞാനില്ലായിരുന്നു, അത്രേ ഉള്ളൂ. അതെ. അപ്പൊ എനിക്ക് പറയാനുള്ള ഞാൻ ഇന്നലെ നമ്മുടെ നമ്പി നാരായണനെ കണ്ടു. മെനിഞ്ഞാന്ന് കഷ്ടം പാവം നടക്കാനൊന്നും വയ്യ. നമ്മുടെ പുതുപ്പള്ളി പുള്ളിയെ കള്ളക്കേസിൽ കുടുക്കി കൊണ്ടുവന്ന് പിന്നെ ജയിലിലിട്ട് അടിച്ച് ഈ ഗവൺമെന്റാണ് 50 ലക്ഷം രൂപ ഇത് കൊടുത്തത്, കോമ്പൻസേഷൻ കൊടുത്തത്. നമ്മുടെ പാവപ്പെട്ട ആൾക്കാരുടെ നികുതി പണത്തിൽ നിന്ന് ആ പൈസ കൊടുത്തത്. പിന്നെ ഇന്നലത്തെ പിന്നെ ഒരു കാര്യം ചോദിച്ചിരുന്നു, ഗവൺമെന്റ് എങ്ങനെ ഉണ്ടെന്ന്. ശശി തരൂർ തന്നെ പറഞ്ഞു ഇപ്പോഴത്തെ ഗവൺമെന്റ് വളരെ നല്ലതാണെന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ നമ്മുടെ മറിയക്കുട്ടി ആദ്യം കോൺഗ്രസിൽ നിന്നുകൊണ്ട് വീട് കിട്ടി, അത് കഴിഞ്ഞപ്പോ BJP പോയി. ഇനിയിപ്പോ പിന്നെ 2 മാസം പെൻഷൻ കിട്ടുക. അപ്പൊ CPM ആയിരിക്കും വോട്ട് ചെയ്യുക. ഏതായാലും ശശി തരൂരും നമ്മുടെ പിന്നെ മറിയക്കുട്ടിയും കൂടെ കോൺഗ്രസ്സുകാരുടെ ചെവിക്കൽ നോക്കി ഓരോന്ന് കൊടുത്തെന്നാണ് എനിക്ക് തോന്നുന്നത്. അതേതായാലും നന്നായി. ശരി, ഓക്കെ. ശ്രീ ഗംഗാധരൻ നായരാണ് ആലപ്പുഴയിൽ നിന്നും. ശ്രീ ഗംഗാധരൻ നായർ, താങ്കൾ എങ്ങനെയാണ് കേരളത്തിലെ പ്രതിപക്ഷത്തെ കാണുന്നത്? ഒരു കൊള്ളാവുന്ന പ്രതിപക്ഷമായിട്ടാണോ താങ്കൾ വിലയിരുത്തുന്നത്? ശ്രീ ജോസഫാണ് ബാംഗ്ലൂരിൽ നിന്ന്, അദ്ദേഹത്തിന്റെ ടെലിഫോൺ തടസ്സപ്പെടുന്നത്. ശ്രീ ജോസഫ്, താങ്കൾക്ക് പറയാം. ഗുഡ് ഈവനിങ്. ഹലോ, ഗുഡ് ഈവനിങ്, പറഞ്ഞോളൂ. ഇത് പ്രതിപക്ഷത്തെ പറയുമ്പോഴത്തേക്ക് ഭരണപക്ഷത്തിന്റെ പോരായ്മകൾ ചൂണ്ടിക്കാണിക്കുന്ന കാര്യത്തിൽ ഈ 9 വർഷക്കാലവും പ്രതിപക്ഷം ഒട്ടും മോശമായിരുന്നില്ല. പക്ഷെ കട്ടോട്ട് പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ട സാധനം പറഞ്ഞ് അത് കക്കാനെന്റെ അവകാശമാണെന്നുള്ള രീതിയിലാണ് ഭരണപക്ഷം പെരുമാറുന്നത്. പിന്നെ പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇടതുപക്ഷം ഭരിച്ചിരുന്നെങ്കിൽ ഉമ്മൻചാണ്ടിയെ താഴെ ഇറക്കാൻ വേണ്ടിയിട്ട് കേരളത്തിലുള്ള മുഴുവൻ ജനങ്ങളെ തിരുവനന്തപുരത്ത് കൊണ്ടുപോയിട്ട് അവിടെ മലിനീകരണമാക്കിയത് നമ്മൾ കണ്ടതാണല്ലോ. അങ്ങനെ ഒരു സംവിധാനം UDF പോകുന്നില്ല എന്നുള്ളത് കേരളത്തിലെ ജനങ്ങളോടുള്ള വലിയ ബഹുമാനം കൊണ്ടാണ്. അല്ലാതെ ഈ പ്രതിപക്ഷം അവർ ചെയ്യേണ്ട എല്ലാ സ്പ്രിംഗ്ലർ അഴിമതി, കേരളത്തിലെ ജനങ്ങളുടെ മുഴുവൻ അവരുടെ അഡ്രസ്സും കാര്യങ്ങളും ഡാറ്റയും വിറ്റ് കാശാക്കാൻ നോക്കിയതാണ്. ഇങ്ങനെയുള്ള ധാരാളം അഴിമതി കേസുകൾ കൊണ്ടുവരുന്നു. അതിന് അവർ പുല്ല് വില കൊടുത്തുകൊണ്ട് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നു. അത്രേ ഉള്ളൂ. ഇത് ഇടതുപക്ഷമായിരുന്നെങ്കിൽ അവർ മന്ത്രിമാരെ തടഞ്ഞേനെ, വഴി ബസ്സുകൾ കല്ലെറിഞ്ഞേനെ, ഇതൊക്കെ ചെയ്യുമായിരുന്നു. വലതുപക്ഷം അത് ചെയ്യുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള കൂടി പോകേണ്ടതുണ്ട്. ശ്രീ ദീപു ആണ് തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീ ദീപു, താങ്കൾ എങ്ങനെയാണ് കേരളത്തിലെ പ്രതിപക്ഷത്തെ കാണുന്നത്? ഞാൻ അവർക്ക് 10ൽ 10 മാർക്കും കൊടുക്കുകയാണ്. കാരണം ഇതുപോലൊരു പ്രതിപക്ഷമാണ് ഇവിടുത്തെ ഭരണപക്ഷത്തിന്റെ അലങ്കാരം, അല്ലെങ്കിൽ അവർക്ക് ആവശ്യം. കാരണം ഇതുപോലെ നാണം കെട്ട ഒരു പ്രതിപക്ഷം ഉണ്ടോ? എന്തെങ്കിലും ഒരു കാര്യം ഇവർക്ക് രാവിലെ ഈ നാട്ടിലെ മാധ്യമങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ എന്ത് ഇവർ ചെയ്യുമായിരുന്നു? മനോരമയിൽ രാവിലെ എന്താണ് പറയുന്നത് അതാണ് പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞത് നമ്മളല്ല, കോൺഗ്രസ്സുകാർ തന്നെയാണ്, അതിന്റെ മുതിർന്ന നേതാക്കളാണ്, അല്ലേ? അപ്പം ഇത്തരം കാര്യങ്ങൾ അവര് പറഞ്ഞ മാധ്യമങ്ങൾ എന്നും രാവിലെയും വൈകുന്നേരവും ഈ പ്രതിപക്ഷ നേതാവിന്റെ ബൈറ്റ് എടുക്കാറുണ്ട്. എന്നും പത്രസമ്മേളനമുണ്ട് ഇദ്ദേഹത്തിന്.
നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ഇദ്ദേഹത്തോട് തിരിച്ചു ചോദിച്ചിട്ടുണ്ടോ? ഒരു കാര്യം തിരിച്ചു ചോദിക്കില്ല. അദ്ദേഹം അതെന്താ ദീപു അങ്ങനെ പറയുന്നത്? എത്രയോ തവണ നിങ്ങളുടെ പാർട്ടിക്കാർ തന്നെ റീൽസ് ഇട്ടിരിക്കുന്നു, മാധ്യമപ്രവർത്തകർ. ഇപ്പോൾ ഏറ്റവും അവസാനം ഓടുന്ന റീൽസ് അതല്ലേ? മാധ്യമപ്രവർത്തകർ ചോദിച്ച ചോദ്യത്തിന്റെ റീൽസ് അല്ലേ ഓടിക്കൊണ്ടിരിക്കുന്നത്? പിന്നീട് മാധ്യമങ്ങൾ ആകെ ചോദിക്കില്ല എന്നൊക്കെ പറയുന്നത് താങ്കൾ ഒരു ഏകപക്ഷീയമായുള്ള പറച്ചിൽ മാത്രമാണ്. കിരൺ, ഞാൻ അത് നിങ്ങളുടെ വായിന്ന് തന്നെ വരാനായി പറഞ്ഞത്. നിങ്ങൾ കൈക്കൂലി വാങ്ങി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നിങ്ങളുടെ പുറത്ത് കൈക്കൂലി വാങ്ങി എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങള് മാധ്യമപ്രവർത്തകർ കൈക്കൂലി വാങ്ങിയെന്നല്ല പറഞ്ഞത്, മാധ്യമ സ്ഥാപനങ്ങളുടെ വിഷയത്തിലാണ് ആക്ഷേപം പറഞ്ഞത്. അങ്ങനെ ഉണ്ടെങ്കിൽ അതിന് ആ കാര്യത്തിലൊക്കെ അത്തരം മറുപടി പറയേണ്ടവർ പറയും. സത്യത്തിൽ ഇത് കേട്ട് കഴിഞ്ഞാൽ നാട്ടുകാർ ചിരിക്കും. മാധ്യമ സ്ഥാപനങ്ങളിൽ കൈക്കൂലി വാങ്ങിയെങ്കിൽ മാധ്യമ പ്രവർത്തകർ നിങ്ങൾ ചോദിക്കണ്ടേ? കൈക്കൂലി എന്നല്ല പറഞ്ഞത്, അതിന് ആ ചോദ്യം കൃത്യമായി ചോദിച്ചല്ലോ. അതിൽ വളരെ കൃത്യമായി തന്നെ ചോദ്യങ്ങൾ ചോദിക്കുന്നത് താങ്കൾക്ക് അതിന്റെ റീൽസ് ഓടുന്നുണ്ടല്ലോ, അതിൽ കൃത്യമായി കേൾക്കാമല്ലോ. നോക്ക്, നമ്മൾ ആ വിഷയത്തിലേക്ക് പോയാൽ എനിക്ക് മുഴുവൻ പറയാൻ പറ്റില്ല. പക്ഷെ ഒരു വാക്കുകൂടെ പറയാം. മാധ്യമ പ്രവർത്തകർ അല്ലെങ്കിൽ മാധ്യമ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് കോർപ്പറേറ്റ്സും ബാക്കിയുള്ള കാര്യങ്ങളും ഉണ്ട്. ഈ മാധ്യമ പ്രവർത്തകരോ മാധ്യമങ്ങളോ ഈ പറയുന്ന പ്രതിപക്ഷ നേതാവ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞാൽ അതിനെ അന്വേഷണാത്മക മാധ്യമ പ്രവർത്തനം നടത്തി ആരൊക്കെ വാങ്ങി, ആരൊക്കെ വാങ്ങിയില്ല, അല്ലെങ്കിൽ പ്രതിപക്ഷം കള്ളം പറയുകയാണെന്ന് നിങ്ങളൊരു ഈ ഭരണപക്ഷത്തിന്റെ ആണെങ്കിൽ ഇപ്പൊ നിങ്ങൾ കണ്ടുപിടിച്ച് പറയില്ലേ? ഇത് സർക്കാരിന് ചെയ്യാവുന്ന കാര്യം തന്നെയല്ലേ? അതവിടെ നിൽക്കട്ടെ. അതാണ് നിങ്ങൾ ചോദിച്ചത് തിരിച്ച് അദ്ദേഹത്തിനോട്. അത് നിങ്ങളുടെ വായിന്ന് തന്നെ വന്ന് നന്നായി. ഞാൻ ചോദിക്കട്ടെ, ഈ പ്രതിപക്ഷം നിയമസഭയുടെ മുന്നിൽ നിയമസഭയിൽ പേപ്പർ ഈ സർക്കാർ അഴിമതി നടത്തിയിട്ടുണ്ട്, ഇതാ തെളിവെന്ന് പറഞ്ഞ പേപ്പർ ഏതെങ്കിലും വെച്ചിട്ടുണ്ടോ? ഇതല്ലാതെ കോടതിയിൽ പോയി ഏതെങ്കിലും ഒരു പേപ്പർ സബ്മിറ്റ് ചെയ്യാൻ ഈ 9 വർഷം ഒരു സർക്കാർ ഭരിക്കുക. ആ സർക്കാർ ഭരിക്കുക കോടതി കൊണ്ട് എന്തെങ്കിലും പേപ്പർ കൊടുത്തു. സർക്കാരിന്റെ ചില പദ്ധതികളിലൊക്കെ പിന്നോക്കം പോവുകയും അത്തരം കേസുകളൊക്കെ ഇപ്പോഴും നിലനിൽപ്പൊക്കെ ഉണ്ട്. ഏത് പദ്ധതിയിലാണ് പിന്നോക്കം പോയത്? കിരണേ, എന്തെങ്കിലും 9 വർഷമായ ഒരു സർക്കാരിന് അഴിമതി ആരോപണം കൃത്യമായി ഉന്നയിക്കാൻ, ഞാൻ പറഞ്ഞത് അഴിമതി ആരോപണം ഉന്നയിക്കുകയും കോടതിയിൽ പോവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. കോടതിയിൽ കേസുകളൊക്കെ നിലനിൽപ്പുണ്ട്, പല കേസുകളും ഇപ്പോഴും നിലനിൽപ്പുണ്ട്. അതൊക്കെ തെളിയിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് താങ്കൾ പറയുന്നതിനെ അംഗീകരിക്കുകയും ചെയ്യുന്നു. അല്ല, മാധ്യമങ്ങളുടെ മുന്നിൽ വന്നിരുന്ന് പറയുന്ന പോലെ അല്ലല്ലോ കോടതിയിൽ പോയി പറയുന്നത്. അവിടെ ചോദിക്കുമ്പോൾ കൈരേഖ കാണിച്ചിട്ട് കാര്യമില്ല. ഇനി ഒരു കാര്യം പറയാം, പ്രതിപക്ഷത്തെ കൃത്യമായി നമ്മൾ അളക്കേണ്ടത് എവിടെയാണ്? ഇവരാണ് ഇവിടെ ലോകസഭയിൽ പ്രതിപക്ഷത്തിന്റെ അംഗങ്ങൾ. നമ്മുടെ ഈ നാട്ടിലെ പ്രതിപക്ഷമാണ്, കോൺഗ്രസിനും UDF-നുമാണ് ഭൂരിപക്ഷം അംഗങ്ങൾ. എന്താണ് അവര് അവിടെ നിന്ന് നമുക്ക് നേടിത്തന്നത്? അവിടെ ഒരു ഭരണപക്ഷമായിട്ട്, നമ്മുടെ നാട്ടിലെ ഭരണപക്ഷമായിട്ട് അവിടെ അവരെ കൺസിഡർ ചെയ്യാം. അവർ പ്രതിപക്ഷമാണ്. അവർക്ക് പ്രതിപക്ഷം എന്ന നിലയ്ക്ക് കേരളത്തിലെ MP-മാരൊന്നും അങ്ങനെ തീരെ മോശം MP-മാരൊന്നും അല്ല. അവരെല്ലാവരും കേരളത്തിന്റെ കാര്യത്തിലൊക്കെ യോജിച്ച് പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾ തന്നെയാണ്. നമുക്ക് മറ്റൊരു പ്രേക്ഷകരിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. മറ്റു പ്രേക്ഷകരിലേക്ക് പോകുന്ന മുമ്പ് ഒരു ചെറിയ ഇടവേളയിലേക്ക്. നമുക്ക് ഈ വിഷയത്തിൽ ചർച്ച തുടരുകയാണ്. അതിനിടെ യൂട്യൂബിലെ ചില കമൻറ്റുകൾ കൂടി വായിക്കേണ്ടതുണ്ട്. ശ്രീ OKR മണികണ്ഠൻ പറയുന്നു, കേരളത്തിലെ നല്ല പ്രതിപക്ഷ നേതാവാണ് VD. അദ്ദേഹത്തിൻ്റെ ടീം നല്ല ഒത്തൊരുമയോടുകൂടി മുന്നോട്ട് പോകുന്നുണ്ട്. ഒപ്പം പാർട്ടിയും മുന്നണിയും ചേർന്നാൽ അടുത്ത ഭരണം ഉറപ്പ്. അടുത്ത മുഖ്യമന്ത്രി UDF 100 മാർക്ക് എന്നൊക്കെയാണ് ശ്രീ OKR മണികണ്ഠൻ പറയുന്നത്. റജി രാജേഷ് പറയുന്നു, പ്രതിപക്ഷത്തിന് 100 മാർക്ക്. ഇത്രയും അഴിമതി പുറത്തു കൊണ്ടുവന്നത് പ്രതിപക്ഷമാണ്. ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരനെ അഴിമതിയുടെ പേരിൽ ശിക്ഷിച്ചിട്ടുണ്ടോ സാർ എന്ന് ചോദിക്കുന്നു. ശിക്ഷിച്ചിട്ടുണ്ട്. കേരളത്തിൽ സുപ്രീം കോടതിയിൽ അടക്കം ശിക്ഷ കിട്ടിയ അംഗീകരിച്ച ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ നേതാവാണ് R ബാലകൃഷ്ണപിള്ള. അതൊക്കെ മറ്റു ചില രാഷ്ട്രീയ നേതാക്കൾ കൂടി ശിക്ഷിച്ചിട്ടുണ്ട്. പക്ഷേ പൊതുവേ അങ്ങനെ രാഷ്ട്രീയക്കാരുടെ ശിക്ഷ കിട്ടുന്നൊക്കെ അളവൊക്കെ വളരെ വളരെ കുറവാണ്. പ്രതിപക്ഷത്തിന് 100 മാർക്ക്. അത് റജി രാജേഷാണ്. ശ്രീ ജലീഷ് ജോൺ ചോദിക്കുന്നു, ദീപു എന്താണ് എന്നുള്ളത് ചോദിക്കുന്നു. ദീപു എന്തോ പറഞ്ഞതിനെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ കമൻ്റാണ് എന്ന് തോന്നുന്നു. അഴിമതി തെളിയിക്കേണ്ടതാണ് എന്ന് മൊയ്തീൻ കുട്ടി പറയുന്നു. അഴിമതി ആരോപണമാർക്ക് ഉന്നയിക്കാൻ തെളിയിക്കേണ്ടത് തന്നെയാണ്. അത് തെളിയിച്ചു കഴിഞ്ഞാൽ മാത്രമേ അതിനെ ആ തരത്തിലേക്ക് നമുക്ക് കാണാൻ കഴിയും. പിണറായിയുടെ കുടുംബവാഴ്ചയല്ലേ നടക്കുന്നത് പാക്കരെ? ഏത് കേസ് വന്നാലും പിണറായി മോദിയുടെ കാല് പിടിക്കുമെന്നൊക്കെ പറയുന്നു. ശ്രീ ജയകുമാറാണ്. അതോടൊപ്പം തന്നെ വീണ്ടും ഒരേ കമൻറ്റുകൾ തന്നെയാണ് ഇട്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് മറ്റ് പ്രേക്ഷകരിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ശ്രീ സുരേഷാണ്. ശ്രീ സുരേഷ് മാനന്തവാടിയിൽ നിന്നാണ്. ശ്രീ സുരേഷ്, താങ്കൾ എങ്ങനെയാണ് കേരളത്തിലെ ഒരു പ്രതിപക്ഷം ഈ വരുന്ന വികസനങ്ങളൊക്കെ മുടക്കുന്ന, അല്ലെ എല്ലാറ്റിനെയും എതിർക്കുന്ന ഒരു നെഗറ്റീവ് പ്രതിപക്ഷമാണോ അതോ ക്രിയാത്മകമായിട്ടുള്ള വിമർശനമൊക്കെ ഉന്നയിക്കുന്ന പ്രതിപക്ഷമാണോ? പ്രതിപക്ഷത്തിന് അവരുടെ റോള് ഒട്ടും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം.
പറഞ്ഞോളൂ. ഹലോ, താങ്കൾ പറഞ്ഞോളൂ. കേൾക്കുന്നില്ല? കേൾക്കുന്നുണ്ട്. പ്രതിപക്ഷത്തിന് അവരുടെ റോള് ഒരിക്കലും അത് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം അവര് കേരളത്തിലെ ഏത് വികസനം നടന്നാലും ഏത് പ്രശ്നം നടന്നാലും അത് മുഖ്യമന്ത്രിയുടെയും റിയാസിന്റെയും സാമ്പത്തിക നേട്ടത്തിനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു രീതിയാണ് പ്രതിപക്ഷത്തിനുള്ളത്. അതുകൊണ്ട് പ്രതിപക്ഷം ഇനിയും കുറേയേറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ബാക്കി കക്ഷികളെ ഈ ഇപ്പോൾ ഭരിക്കുന്ന പ്രതിപക്ഷമായിരുന്ന സമയത്ത് എങ്ങനെയാണ് ഒരു സാധനം എടുത്തതെന്നും അത് വിജയിപ്പിച്ചതെന്നും കേരള ജനത കണ്ടതാണ്. അതുകൊണ്ട് ഈ പ്രതിപക്ഷത്തിന്റെ ഒരു ഉമ്മാക്കിയും ഈ കേരളത്തിൽ നടക്കും. ശരി, ശ്രീ ജോർജ് ആണ് ചെന്നൈയിൽ നിന്നും. ശ്രീ ജോർജ്, താങ്കൾ എങ്ങനെയാണ് കേരളത്തിലെ ഒരു പ്രതിപക്ഷത്തെ കാണുന്നത്? അവരുടെ പ്രവർത്തനം തൃപ്തികരമാണോ അതോ അവരുടെ പ്രവർത്തനം മോശമാണോ? ഞാൻ ഒറ്റ വാക്കി പറയാം. എനിക്ക് ഇങ്ങനെ വളവള കുളവെന്ന് പറയുന്നില്ല. ഇത്രയും വൃത്തികെട്ട ഒരു പ്രതിപക്ഷം കേരളത്തിന്റെ ചരിത്രത്തിൽ കൊണ്ടായിട്ടില്ല. ഇതോടെ നിർത്തുക. ശരി, ഓക്കെ. ശ്രീ ജോർജാണ് പ്രതികരിച്ചത്. ശ്രീ പൃഥ്വിരാജാണ് കോഴിക്കോട് നിന്ന്. ശ്രീ പൃഥ്വിരാജ്, താങ്കൾ എങ്ങനെയാണ് കേരളത്തിലെ പ്രതിപക്ഷത്തെ കാണുന്നത്? ശ്രീ പൃഥ്വിരാജിനെ കേൾക്കാമോ? പൃഥ്വിരാജ് കേൾക്കാമോ? പറഞ്ഞോളൂ. പൃഥ്വിരാജിന്റെ ടെലിഫോൺ ബന്ധത്തിൽ തടസ്സങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നു. അടുത്ത പ്രേക്ഷകനിലേക്ക് പോകുമ്പോൾ ഒരു ചെറിയ ഇടവേള കൂടി. ശ്രീ ചന്ദ്രൻ നായരാണ് തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീ ചന്ദ്രൻ നായർ, കേരളത്തിലെ പ്രതിപക്ഷത്തിന് താങ്കൾ എത്ര മാർക്ക് കൊടുക്കും? സാർ, തിരഞ്ഞെടുപ്പിൽ അവർക്ക് സെക്കൻഡ് മാർക്ക് കിട്ടി. അതിനാൽ അവർ പ്രതിപക്ഷത്തായി. എന്നാൽ അവർക്ക് വോട്ട് ചെയ്ത ജനങ്ങളോടും വോട്ടർമാരോടും അവർക്ക് എന്ന് വെച്ചാൽ പ്രതിബദ്ധത ഉണ്ട് സാർ. ഇറങ്ങിപ്പോക്ക് മാത്രം പോരാ. ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി തിരിച്ച് അവരുടെ കഷ്ടതകളും സന്തോഷത്തിലും ബുദ്ധിമുട്ടിലും സഹകരിച്ച് അവർ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇനിയും അവർക്ക് സമയമുണ്ട് സാർ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർക്ക് വോട്ട് ചെയ്ത വോട്ടർമാർക്ക് തൃപ്തിയാകും സാർ. അടുത്ത ആളിന് വേണ്ടിയിട്ട് ഞാൻ വഴിമാറുന്നു സാർ. ശരി, ശ്രീ ചന്ദ്രൻ നായർ എന്തായാലും ഒരു മികച്ച മാതൃക തന്നെയാണ്. വളരെ കുറഞ്ഞ വാക്കുകളിൽ വളരെ കൃത്യമായി തന്നെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞു. ശ്രീ രവീന്ദ്രനാണ് കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും. ശ്രീ രവീന്ദ്രൻ, താങ്കൾ എങ്ങനെയാണ് കേരളത്തിലെ പ്രതിപക്ഷത്തെ കാണുന്നത്? സാറേ, നമുക്കുള്ള മറുപടി എല്ലാവർക്കും കൂടെ കേരളത്തിലുള്ള ജനങ്ങളുടെ മറുപടി ദീപു തന്നെ തന്നിട്ടുണ്ട്. കാരണം ഐശ്വര്യം ഈ പ്രതിപക്ഷമാണ് ഈ ഭരണവർഷത്തിന്റെ ഐശ്വര്യം എന്ന് ദീപു തന്നെ തുറന്ന് സമ്മതിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ പല പ്രാവശ്യമായിട്ട് നമ്മളിത് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം തന്നെ ഈ പറഞ്ഞത്. അന്നൊന്നും ഇവർ അംഗീകരിച്ചില്ല. ഇപ്പം അവസാന ഘട്ടത്തിൽ ഇവർ അംഗീകരിക്കുന്നുണ്ട് പ്രതിപക്ഷമാണ് ഇവരുടെ ഐശ്വര്യം എന്നുള്ള, ദീപുവിന്റെ ഭരണവർഷത്തിന് ഐശ്വര്യം എന്നുള്ള. പക്ഷേ പ്രതിപക്ഷം തകർന്നു പോയുള്ള അവസ്ഥ അറിയോ? BJP കയറി വരും. അങ്ങനെ എല്ലാ സംസ്ഥാനത്തും കണ്ടുവരുന്നത്. അതുകൊണ്ട് പ്രതിപക്ഷം ശക്തമായിട്ടിരിക്കണം. പിന്നെ ദീപ് ചോദിച്ചു ഇവിടെ പല കാര്യങ്ങളും തിരിച്ചുപോയി ഏതാന്ന് ചോദിച്ചപ്പോൾ കിരൺ ബാബു പറഞ്ഞില്ല മറുപടി. എന്തേറെ കാര്യം നമ്മുടെ ആഴക്കടൽ പദ്ധതി ഞാൻ തുടക്കത്തിൽ തന്നെ അതിന്റെ ലിസ്റ്റൊക്കെ വായിച്ചാണ് പറഞ്ഞതാണ്. അത് പിന്നെ വെറുതെ ഒരു തർക്കത്തിലേക്ക് ആ സമയത്ത് പോകേണ്ട കാര്യമില്ല. ഉദ്ദേശിച്ചത് പദ്ധതികൾ മാറ്റിവെച്ചതും ഒക്കെ പദ്ധതികളുണ്ട്. പക്ഷേ ഏതെങ്കിലും കേസിനകത്ത് ശിക്ഷിക്കപ്പെടുക അല്ലെങ്കിൽ അഴിമതി കണ്ടെത്തുകയോ ചെയ്തിട്ടില്ല. അല്ല, അത് ശിക്ഷിക്കപ്പെട്ട ആളെ അല്ല, അങ്ങനെ അഴിമതി കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതുണ്ട്. കോടതിയിൽ കേസ് നിൽക്കുന്ന കേസുകൾ പല വിഷയങ്ങളുണ്ട്. പക്ഷേ അങ്ങനെ ഏതെങ്കിലും കോടതി ഇവർ ഇതിനകത്ത് അഴിമതി കാണിച്ചു എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. അല്ല, ഇവർക്ക് ശിക്ഷിച്ചാലും നടക്കേണ്ടില്ല സാറേ. ഈ കേരളത്തിൽ ആകെ ശിക്ഷിച്ച ആളെ ഇവരാ എടുത്തിട്ട് പോയത്. കോടതിയിൽ ശിക്ഷിച്ച ഒരാളെ ഇവരാ പാർട്ടിയിലോട്ട് കൂട്ടിയത്. അപ്പൊ അത് തന്നെ നമുക്കൊരു ഉദാഹരണം. അപ്പൊ ഇവരെ ശിക്ഷിച്ചാലും അതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല. അപ്പൊ ഇതിനതുപോലെ തന്നെ മന്ത്രിമാർ രാജിവെച്ചിട്ടില്ലേ? നമ്മുടെ കുന്തവും കുറച്ചൊക്കറും പറഞ്ഞ് മന്ത്രി അതൊന്നും ഒരു അഴിമതിയുടെ പേരിലോ ഒരാളുടെ ഒരു നാക്കുപിഴയുടെ പേരിൽ രാജിവെച്ചാണ്. അത് അതെ, അങ്ങനെയാണല്ലോ ഈ പറഞ്ഞത്. കയറി ഒരു അഴിമതിയൊന്നും അല്ലല്ലോ. ഒരാൾക്കൊരു നാക്കുപിഴ ഉണ്ടായതോ അല്ലെങ്കിൽ അയാൾ പറഞ്ഞതിനകത്ത് ഒരു വീഴ്ച ഉണ്ടായി രാജിവെച്ചു. കോടതി അതിനകത്ത് കാര്യമില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞു. അതിനുശേഷം തിരിച്ചു വന്നു. അതിനകത്ത് നമ്മൾ ഏതെങ്കിലും സർക്കാരിനെ കുറ്റപ്പെടുത്തേണ്ടതല്ല. അന്തസ്സായി രാജിവെക്കുന്ന ഒരു നിലപാട് തന്നെയാണ് സ്വീകരിക്കുകയും ചെയ്തത്. നമ്മുടെ വനമന്ത്രി രാജിവെച്ചിട്ട് തിരിച്ചു വന്നാണ്. അങ്ങനെ ഇപ്പൊ മന്ത്രിസഭയെ രാജിവെക്കുക എല്ലാ ഭരണത്തിലും ഉണ്ട്, എല്ലാ പാർട്ടിയിലും ഉണ്ട്. അതിലൊന്നും വലിയ കാര്യമില്ല. ആരാ എപ്പോഴാ എങ്ങനെയാ എന്നാ ഒന്ന് പറയാമോ എന്ന് ചോദിച്ചാൽ 100,000 കാര്യങ്ങൾ ഇവിടെ കേരളത്തിൽ പറയാനുണ്ട്. ഇനി നമുക്ക് അത് സമയമെടുത്ത് ഇതുപോലെ പറയാൻ സമയമില്ലാത്തതുകൊണ്ട് അടുത്ത ആളൊക്കെ വേണ്ടി നമ്മൾ മൈക്ക്. ശ്രീ രവീന്ദ്രൻ, നമുക്ക് ശ്രീ സുരേന്ദ്രനാണ് തൃശ്ശൂരിൽ നിന്നും. ശ്രീ സുരേന്ദ്രൻ, താങ്കൾ എങ്ങനെയാണ് ഈ കേരളത്തിലെ പ്രതിപക്ഷത്തെ കാണുന്നത്? നമസ്കാരം സാറേ. ഞാൻ പ്രതിപക്ഷത്തിന്റെ കാര്യം പറയുമ്പോൾ ഒരു കാര്യം ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിനു മുൻ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഒരു പ്രതിപക്ഷം ഉണ്ടായിരുന്നു. ആ പ്രതിപക്ഷത്തിന് കഴിഞ്ഞെന്നതാണ് ഭരണപക്ഷത്ത് ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് അന്ന് ഉമ്മൻചാണ്ടി സർക്കാരിനെ വരെ വിമർശിക്കാവുന്ന ഒരു അദ്ദേഹമായിരുന്നു വിമർശിച്ചത്. അന്ന് കെ മുരളീധരൻ, VD സതീശൻ ഇവരൊക്കെ അന്നത്തെ ഗവൺമെന്റിനെ വിമർശിച്ച ആൾക്കാരാ. അപ്പൊ ഇതേ VD സതീശൻ എന്ന് പറഞ്ഞ വ്യക്തി
എന്തിനും വിമർശിക്കുക അദ്ദേഹത്തിന് അധികാരം അന്ന് കിട്ടാത്ത കാരണം വിമർശിക്കുന്നു. ഇന്നും ഇപ്പോൾ അധികാരം കിട്ടുന്നതിന് വേണ്ടിയാണ്. പിന്നെ ഈ VD സതീശൻ കൊണ്ടുവന്ന 2 കാര്യങ്ങൾ പറയാം. ഒന്ന് മുനമ്പം വിഷയം പറഞ്ഞു. മുനമ്പം വിഷയം ഞാൻ 10 മിനിറ്റിനുള്ളിൽ തീർക്കാവുന്ന കാര്യമുള്ളൂ എന്ന് പറഞ്ഞു. അവിടെ മുസ്ലിം ലീഗിന്റെ അവിടെ പോയി തങ്ങൾ പറഞ്ഞു അതല്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ സ്റ്റാൻഡ് മാറ്റേണ്ട വന്നു. പിന്നെ അദ്ദേഹം അതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. ഇത് ഞാൻ പറഞ്ഞതല്ല, അവിടെ സമരസമിതി നേതാക്കന്മാര് നിങ്ങളുടെ ചാനലിൽ വന്ന് പറഞ്ഞിട്ടുള്ളതാണ്. രണ്ടാമത് ഇദ്ദേഹം കുറെ അഴിമതി കേസായിട്ട് കോടതിയിൽ പോയി. അതൊക്കെ എന്തായി? ആ കോടതിയുടെ വിധിയൊക്കെ എന്തായി? അപ്പൊ ഇദ്ദേഹത്തിനെ വെച്ചിട്ട് ഈ പ്രതിപക്ഷ നേതാവിനുള്ള പരാജയമാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത്, സാറ് ചോദിച്ചു മാർക്കിന്റെ കാര്യമൊക്കെ ചോദിക്കുന്നുണ്ട് എല്ലാവരോടും. എനിക്ക് പറയാനുള്ളത്, ഇവർക്ക് കിട്ടിയ വോട്ടിംഗ് പെർസെന്റേജ് ഉണ്ടല്ലോ, ആ പെർസെന്റേജിൽ നിന്ന് ഇവർ താഴേക്ക് പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഭരണപക്ഷം അവർക്ക് കിട്ടിയ പെർസെന്റേജിൽ നിന്ന് അവർ മുന്നോട്ട് പോയിട്ടുണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്. മറ്റൊരു പ്രേക്ഷകരിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ദയവേത് സമയം നമ്മുടേത് അവസാനിക്കുകയാണ്. എന്തായാലും പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് പ്രതിപക്ഷത്തെക്കുറിച്ച് മികച്ച പ്രതിപക്ഷമാണ് എന്ന് പറഞ്ഞവരും അതല്ല വളരെ മോശം പ്രതിപക്ഷമാണ് എന്ന് പറഞ്ഞവരും ഒക്കെയുണ്ട്. പ്രതിപക്ഷത്തിനെതിരെ ഉന്നയിച്ച പ്രധാനപ്പെട്ട ഒരു വിഷയം, പ്രതിപക്ഷത്തിന് ഐക്യമില്ല എന്നുള്ള വിഷയം ചൂണ്ടിക്കാണിച്ചവരുണ്ട്. പ്രതിപക്ഷം പലപ്പോഴും യോജിച്ചു നിൽക്കുന്നില്ല എന്നുള്ളത് ചൂണ്ടിക്കാണിച്ചവരുണ്ട്. സർക്കാരിനെതിരെ ഏത് പദ്ധതിയും മുടക്കാനുള്ള ആരോപണവുമായി നിൽക്കുന്നവരാണ് പ്രതിപക്ഷം എന്ന് പറഞ്ഞവരും അതല്ല പ്രതിപക്ഷം ഉന്നയിച്ചൊക്കെ ശരിയാണ് എന്നൊക്കെ വാദിച്ചവരും ഒക്കെ ഉണ്ട്. എന്തായാലും വ്യത്യസ്തമായ രാഷ്ട്രീയ അഭിപ്രായങ്ങൾ കൂടിയാണ് സ്വാഭാവികമായും ഇത്തരം ഒരു വിഷയത്തിൽ വരിക. അത്തരത്തിൽ പ്രതികരണം തന്നെയാണ് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. എന്തായാലും നാളെയും ഇതേ സമയം ന്യൂസ് 18 പൊതുവേദി മറ്റു വിഷയവുമായി.